തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം എനിക്ക് സാവകാശം തന്നിട്ടുണ്ട്. ഷെഡിജ് ദാനിയേൽ അരൂര് പാസ്റ്റർ ധാരാളം യോഗങ്ങൾക്ക് വിളിക്കുകയും ഒന്നിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ കൂടുവാനിടയായിട്ടുണ്ട്. നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശാരീരികമായിട്ട് ചുമയും യാത്രയുടെ ബുദ്ധിമുട്ടും ഉറക്കമുളപ്പൊക്കെ ഉള്ളത് കൊണ്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ടും ചുമയും മറ്റ് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് സാധാരണ നിലയിൽ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കും. കർത്താവിൻ്റെ ദാസൻ ഈ യോഗത്തെ സംബന്ധിച്ച് ധാരാളം പ്രാവശ്യം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെ ഓർപ്പിക്കുകയും ചെയ്തു. അത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിൽപ്പാൻ ഇടയായതിൽ ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചിലയിടങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ഈ മൈക്കിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതും ശുശ്രൂഷയെ ബാധിക്കാറുണ്ട്. തൊണ്ടയ്ക്ക് അതിൻ്റെതായ പ്രയാസം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞാൻ പോയി ഉപ്പുവെള്ളം കൊണ്ടേച്ചാണ് വന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. വളരെ ശാന്തമായിട്ട് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാം. നിങ്ങളും ശാന്തമായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യമാണ് വായിച്ച പ്രിയ സഹോദരി ഒരിക്കൽ കൂടി വായിച്ചാട്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. എവിടെ നിന്നാ വായിക്കുന്നത്? ആരാ ഇവിടെ? നന്നായിട്ട് വായിക്കുന്നുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ, വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല, 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 ഇങ്ങനെ മൂതലെ സഞ്ചരിച്ചു നാഥൻ. മൂന്നുപത്തിൽ സ്നാനം മൂന്നരയിൻ വേല, ഇങ്ങനെ മൂതലെ സഞ്ചരിച്ചു നാഥൻ. പാടിൽ പലതരം വേലകൾ
കരങ്ങളുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മൈക്ക് നന്നായിരിക്കുന്നു, ഈ നിലയിൽ തന്നെ നിൽക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത് യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ദൈവകരത്തിന്റെ വിശേഷത ഇന്ന് രാത്രി അല്പസമയം നമുക്ക് ധ്യാനിക്കണം. ആദരണീയരായ കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സത്യവേദ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ. നീഞ്ഞു വാ. നമ്മുടെ സഭയിൽ തന്നെയാണോ? വെളിയിലത്തെ പിന്നെ വേറെ കേസാ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. നമുക്കറിയാം, 2 ഭാഗങ്ങളാണ്, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകങ്ങൾ. ഇപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കുക 90 വർഷം പഴക്കമുള്ള നെല്ലിക്കുന്നതാണോ ഇതെല്ലാം പറയുന്നത്. ഇതും അറിയാത്തവരുണ്ട്. ഇവിടെ ഞാൻ ഒരു വലിയ യോഗത്തിന് ഭയങ്കര സംഗീത ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ആണെന്നല്ലേ, അതിലൊരാളോട് ചോദിച്ചു പുസ്തകക്രമം. പുള്ളി പറഞ്ഞു ചോദിക്കരുതെന്ന് പറഞ്ഞു. ശുശ്രൂഷകൾ ചെയ്യുന്നവരാ, അപ്പൊ എല്ലാവർക്കും വലിയ തിട്ടമില്ല. ഇതൊക്കെ അടിസ്ഥാനമായ ചില കാര്യങ്ങളാണ്. അതെ, 40 എഴുത്തുകാരെ ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നാണ് ഈ പുസ്തകം എഴുതി തീർത്തത്. എഴുത്തുകാര് പലരും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇത് വായിച്ചാൽ ഒരാൾ എഴുതിയത് പോലെ തോന്നും, അല്ലെങ്കിൽ 2 പേരും കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയെന്ന് തോന്നും. കാരണം ഉൽപ്പത്തിയിലെ പല കാര്യങ്ങളും വെളിപ്പാടിൽ പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി പലതിൻ്റെ ആരംഭമാണ്, അതിൻ്റെ പലതിൻ്റെ അവസാനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം. കാരണം ഈ 40 എഴുത്തുകാരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മനിയോഗം പ്രാപിച്ച ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് തെറ്റ് പറ്റിയിട്ടില്ല. ഇന്ന് വരെ ഈ പുസ്തകം തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. മറ്റനേക പുസ്തകങ്ങൾ വെട്ടും കുത്തും തിരുത്തും ഒക്കെ ഉണ്ട്, പക്ഷെ ഈ പുസ്തകത്തിൽ തിരുത്തില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം തുടങ്ങുന്നത് ആദിയിൽ ദൈവത്തെ മുൻനിർത്തിയ ദൈവം. ഒന്ന് വായിച്ചേര് സഹോദരി. പേരെന്തോ സഹോദരിയുടെ? ലോവിസ്. വായിര് 1:1 ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിലാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ആദിയിൽ ദൈവം. ഇന്ന് വരെ അത് തിരുത്തേണ്ട ഗതികേട് ഈ പുസ്തകത്തിനുണ്ടായിട്ടില്ല. ദൈവത്തിന് മഹത്വം. അതങ്ങനെ തന്നെയാണ്. അതെ, മുൻപോട്ട് പോകാം. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം ഇത് ദൈവത്തിന്റെ തിരുവെടുത്താണ്. ഇത് നമുക്ക് ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതെടുക്കുവാനും വായിപ്പാനും ധ്യാനിപ്പാനും ഇത് കേൾക്കുവാനും അനുഷ്ഠിക്കുവാനും ഒക്കെ ലഭിച്ചതാ ഏറ്റവും വലിയ ഭാഗ്യം. ലോബീസെ വെളിപ്പാട് 1:3 വായിര് പെട്ടെന്ന്. ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഏതൊക്കെ വാക്യമാ ഒന്ന് കുറിച്ച് കൊടുത്താൽ കൊള്ളാന്ന്. അപ്പം ഞാൻ പറഞ്ഞത് വരുന്ന വഴിക്കായി പറയുന്നത്. നേരത്തെ അങ്ങനെ കുറിച്ചധികം വെക്കാറില്ല. അപ്പം അതുകൊണ്ടല്ല, പിണക്കം ഉണ്ടായിട്ടല്ല. ലോബീസിനോട് പിണക്കം ഉണ്ടായിട്ടോ നിങ്ങളോടും പിണക്കം ഉണ്ടായിട്ടില്ല. വരുന്ന വഴിക്ക് അങ്ങ് പോവുക. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് മോളെ 3:1 ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും ലോവീസിന് ഇന്ന് ഭാഗ്യമുണ്ട്. ഈ പ്രവചനത്തിന്റെ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്ന മൈക്ക് സെറ്റുകാർക്കും പ്രതിഫലമുണ്ട്. നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് നന്നായിട്ട്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോണം. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ചിലയിടങ്ങളിൽ ചെന്നാൽ ഇത് കേൾപ്പിക്കുകയല്ല. എനിക്ക് തിരുവനന്തപുരം സൈഡിൽ പോകുന്ന വലിയ ഇഷ്ടമാണ്.
ധാരാളം പോസ്റ്റയിലൊക്കെ ഇവരെ ചെറിയ ചെറിയ ബോക്സ് വെക്ക് കേൾപ്പിക്കും. 2 കിലോമീറ്ററൊക്കെ ചെല്ലുമ്പോഴേ കേൾക്കാം നമ്മുടെ യോഗം ഇവിടെ ആരും കേൾപ്പിക്കുകയല്ല. കുമ്പനാട്ടൊട്ടും കുമ്പനാട്ട് വേറെയാണല്ലോ കേൾക്കുന്നത്, ഒന്നും കേൾപ്പിക്കുന്നില്ല. നമ്മൾ യോഗ സ്ഥലത്ത് എന്നാൽ പോലും ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. മൈക്ക് സെറ്റ് ചിലടത്ത് അങ്ങനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അളിയാന്നാ കേൾക്കുന്നത്, കേൾപ്പിക്കുകയല്ല. എന്നാൽ ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചില ക്ഷേത്രങ്ങളിലോ അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ ഉള്ള പോസ്റ്റേലെല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും യാത്ര ചെയ്യുന്നവരല്ല. എല്ലാ പോസ്റ്റേലും ചെറിയ ചെറിയ ബോക്സ് കേൾക്കാം. 3 കിലോമീറ്റർ ചെന്നാലും കേൾക്കാം. സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് ചൊല്ലുന്നതെല്ലാം നാട്ടുകാരെല്ലാം കേൾക്കുക. അത് എക്സാമിൻ്റെ സമയത്തും പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് ഇതിനകത്ത് തന്നെ വോളിയം കുറയ്ക്കാനാ പറയുന്നത്, കേൾപ്പിക്കുകയല്ല. പിന്നെ എല്ലാവരും യോഗം നടത്തുന്നു, ഞങ്ങൾ ഒരു യോഗം നടത്തുന്നു. ഇത് കേൾപ്പിക്കാനും ഗുണം പിടിപ്പിക്കാനും ഒന്നുമല്ല. എന്നാൽ ഇവിടെ കേൾപ്പിക്കുന്നുണ്ടല്ലോ, നന്ദി. ഇതിന് വെളിയിൽ കേൾക്കുന്നില്ല, ഇതിനകത്ത് നമുക്ക് പേടിക്കാം. അയ്യോ, ഇത് കേൾപ്പിക്കേണ്ട കാര്യമാ. ഏതാ ഇതിനകത്തെ കാര്യം? എല്ലാവരും കേൾക്കണം. മോളെ 49 സങ്കീർത്തന 1 വാക്യം വായിച്ചേ പെട്ടെന്ന്. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. അതാ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം, കേട്ടിരിക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം, കേൾക്കുമ്പോൾ വിടുതൽ നടക്കുന്നതാ സുവിശേഷം. എവിടെയും ഉയർത്തുവാൻ കേൾപ്പിക്കുവാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സത്യസുവിശേഷമാണ്. അതിവിടെ മുഴങ്ങുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും കേൾക്കണം. അപ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവർ, ഒന്നുകൂടെ വെളിപ്പാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അത് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും എല്ലാവരും ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് ഈ പുസ്തകം ലഭിച്ചതും ഇത് വായിപ്പാനും ധ്യാനിപ്പാനും കേൾക്കുവാനും അത് നമ്മളാലാവും വിധം പറയുവാനും ഒക്കെ ദൈവം നമുക്ക് സാവകാശം തരുന്നു. അതുകൊണ്ട് വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ മഹത്വം. നമ്മളെ ഒരു പഴയ പാട്ട് പോൾസിനെ ഒന്ന് പാടിക്കേ. ഇത്ര സൗഭാഗ്യം ഇല്ല മാറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മാറ്റെങ്ങും നിശ്ചയമായി. ഓതിരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നീലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നീലുള്ളൂ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ ഇത് വലിയ ഭാഗ്യമായ ഒരു പ്രത്യേകതയാ, അനുഭവമാണ്. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, ആ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസ്രായനാകുന്ന യേശു ക്രിസ്തു. ഒരു വാക്യവും കൂടെ വായിച്ചോ. തീത്തോസ് 2:11 മുതൽ. ഞാൻ ലോവീസിനെ കൊണ്ട് ഇതെല്ലാം വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ എന്നെ പറ്റി പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് പറയും. ചില സെൻട്രൽ കൺവെൻഷൻ എന്നെ വിളിക്കാനായിട്ട് നിർദ്ദേശിച്ചപ്പോൾ ചില പാസ്റ്റർമാർ തന്നെ പറഞ്ഞു, അയാളെ വിളിക്കരുത്, അയാൾ വായി വരുന്നതെല്ലാം പറയും. അപ്പം എൻ്റെ വായി വരുന്നത് എന്നതാണെന്ന് അറിയാനായി വായിപ്പിക്കുന്നത്. ലോവീസ് വായിക്കും, കേൾക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതേലും ഒരുത്തനുണ്ടേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആ പറ നിങ്ങൾ ശ്രദ്ധിച്ചോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സകല മനുഷ്യനും രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. അതാ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ആട്ടെ, മുമ്പോട്ട് പോകാം. ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്റർ എന്നോട് സമയം കൃത്യമായി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഒരു പദം പറഞ്ഞു, നാളെ സഭായകം ഉള്ളതാണ്. വളരെ ബുദ്ധിമാനാണ് അദ്ദേഹം. അതെനിക്ക് നേരത്തെ അറിയാം. വളരെ ശുശ്രൂഷയ്ക്ക് തന്മയത്വവും അതിൻ്റെ ആ പ്രാവീണ്യവും വളരെ പക്വതയും. അദ്ദേഹം ഇരിക്കുന്ന സഭയിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതൊക്കെ നല്ല ഏതെല്ലാം ടൈപ്പ് ആൾക്കാരെ കണ്ടേച്ചായിരിക്കുന്നത്. അപ്പം എന്നോടും അങ്ങനെ. അതുകൊണ്ട് സമയമൊന്നും പറഞ്ഞില്ല, ഇത്രയോ പറഞ്ഞോളൂ, മതിയല്ലോ. നാളെ നമുക്ക് അത് മതി. അപ്പം അതുകൊണ്ട് ഞാനും അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യാം. ഞാനും സമയം പറയുന്നില്ല. അപ്പം ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയും ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറേയനാകുന്ന യേശു ക്രിസ്തു. അത് യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഈ യെശയ്യാ പ്രവാചകനെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന യുവരാസന്മാരൊക്കെ ധാരാളം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തെ ഈ പ്രത്യേക സംബോധന കൊടുക്കുന്നുണ്ട് വേദപണ്ഡിതാക്കൾ. ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്ന. സുവിശേഷ പ്രവാചകൻ. അതിനൊരു കാരണം, യേശു ക്രിസ്തുവിനെ പറ്റി ഇതുപോലെ അടുക്കടുക്കടുക്കായി പ്രവചിച്ച മറ്റൊരു പ്രവാചകൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. യെശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ കണ്ടതാണ്. യേശുവിനെ കണ്ടു. തെളിവിന് ഒരു വാക്യം ഒന്ന് വായിച്ചു. തെളിവിന് ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാമത്തെ തിരുവെടുത്ത്. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട്. മതി അത്രോ മതി. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. യേശു ക്രിസ്തുവിന്റെ തേജസ് യെശയ്യാവ് കണ്ടു. അത് എപ്പോഴാണ് കണ്ടത്? ഇനി 6-ാം അധ്യായത്തിന്റെ 1-2 ഒന്ന് വായിച്ചേ മോളെ. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. യെശയ്യാവ് 6:1-2. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ തേജസ് കണ്ടു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് യെശയ്യാവ് അവിടുത്തെ തേജസ് കണ്ടെന്ന. ഇത് ഉസിയാവ് മരിച്ചയാണ്ടില്ല. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂളിലെ ഈ പഠിക്കുന്ന സമയത്തും പഠിച്ചിറങ്ങുന്ന സമയത്തൊക്കെ ആദ്യം പ്രസംഗിക്കുന്നത് യെശയ്യാവ് 6 കൂടുതലും. ഉസിയാവ് മരിച്ച ആണ്ടിൽ. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഉസിയാവ് മരിക്കാതെ ധാരാളം ഞാൻ പറഞ്ഞു. ചില അമ്മമാർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, ഗ്ലോറി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം പിന്നെയും ചെന്നിത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ആരംഭ സമയത്ത്. എന്നാൽ ഉസിയാവ് മരിച്ചെന്ന് പറഞ്ഞാൽ അതിന് മറുവശം ആ ഭരണകാലത്തെയും ശുശ്രൂഷാകാലത്തെയും ഒന്നുകൂടെ തെളിയിക്കാൻ വേണ്ടി അവിടെ ഒരു സംബോധന പറഞ്ഞതേ ഉള്ളൂ. കാരണം വേറൊരു ഭാഗത്തുണ്ടല്ലോ, ആകാശ മരിച്ചയാണ്ടിൽ. അണ്ട 14-ാം അധ്യായത്തിന്റെ 28 വായിച്ച ലോബീസെ. 14:28 ആഹാസ് രാജാവ് മരിച്ചയാണ്ടിൽ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് തന്നെ അല്ല, ആകാശ രാജാവ് മരിച്ചയാണ്ടിൽ. ഇത് ഇംഗ്ലീഷും മലയാളം കൂടാണോ? അപ്പം എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ തിരുത്തി തരണം. അപ്പോൾ അവിടെ ആകാശ രാജാവ് മരിച്ചയാണ്ടിൽ. അപ്പൊ രണ്ടും പറഞ്ഞു. അപ്പോൾ ഈ ഉസിയാവ് മരിച്ചയാണ്ടിൽ നമുക്കറിയാം. ഈ യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷയെ പറ്റി പഠിക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇദ്ദേഹം ഒരു പ്രവാചകൻ,
സഹോദരി ഭാര്യ ഒരു പ്രവാചകി, 2 പിള്ളേര്, വേറെ പുസ്തകത്തിലെ ഏറ്റവും നീളം കൂടിയ പേര്, അതൊക്കെ ഈ പ്രവചന പുസ്തകത്തില്ല. മാത്രമല്ല ധാരാളം വിശേഷതകൾ ഈ പുസ്തകത്തിനുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലം വലിയ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. കാലക്കണക്കൊന്ന് വായിച്ചേ മോളെ. 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പൊ ഇവരുടെ കാലത്താ പുള്ളി ശുശ്രൂഷിക്കുന്നത്. ആരൊക്കെ? ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ്. ഈ 4, എന്റെ ഭാഷയാ, 4 വമ്പന്മാരുടെ കാലത്താ പുള്ളി ശുശ്രൂഷിക്കുന്നത്. ചില സമയത്തൊക്കെ ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. ചില ചോദിക്കും, ലൂക്കാച്ചനുള്ള കാലത്താണോ അവിടെ ശുശ്രൂഷിച്ചത്? അങ്ങനൊക്കെ ചോദിക്കും. പാപ്പിച്ചാനുള്ളപ്പോഴായിരുന്നോ പാസ്റ്റർ അവിടെ ഈ പാസ്റ്ററായിട്ട് ഇരുന്നത്? പേടിയാ എല്ലാവർക്കും. ഒരാൾ ചോദിച്ചു, വഴക്കാളി ശൗമേലുള്ളപ്പോഴാണോ പാസ്റ്റർ അവിടെ? ഇങ്ങനൊക്കെ ഉണ്ട്. വേറൊരിക്കൽ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ സഭയിലല്ലായിരുന്നോ പണ്ട്? വേണ്ട, അവരുടെ ബന്ധുക്കാർ വല്ലതും കാണും, വേണ്ട എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ കാലത്ത് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ 4 വമ്പൻ രാജാക്കന്മാരാ. ഒന്നുകൂടെ വായിച്ചേ മോളെ. 4 പേര്: ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ്. ഇതുപോലൊരു പ്രയോഗം മീഖ 1:1 വായിച്ചേ. മീഖ 1:1. ലോവീസ് മാത്രമോ വായിക്കാനുള്ളല്ലോ? അടുത്തിരിക്കുന്ന മോക്കും വായിക്കാമോ? യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മീഖായും ശുശ്രൂഷിച്ചു. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷ കാലം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ വമ്പന്മാരാകുന്ന രാജാക്കന്മാരുടെ കാലത്താ പുള്ളി ശുശ്രൂഷിക്കുന്നത്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്നാ? ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് 4 നല്ല പറ്റിയ പുള്ളിക്കാരാ. ഇതിപ്പോ നെല്ലിക്കുന്ന സഭയുടെ 90-ാം വാർഷികവും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നതിൽ സിംഹഭാഗവും ദൈവമക്കളും ആയതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലൊന്ന് പോകുന്നത്. ഈ 4 വമ്പൻ രാജാക്കന്മാര് 4 നല്ല പറ്റിയ പുള്ളിക്കാരാ. നിങ്ങൾക്കറിയാം, വചനം അറിയാമല്ലോ. ഉസ്സിയാവ് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയവനാ. വായിച്ചേ മോളെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ആദ്യം വായിക്കണം, പിന്നെ 19-ഉം വായിക്കണം. വായിച്ചു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ആദ്യം വായിര്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന് നാശത്തിനായിട്ട് നിഗളിച്ചു. ഉസ്സിയാവിനെ പറ്റിയാ പറയുന്നത്. അവൻ ബലവാനായപ്പോൾ, ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ തനിനിറം വെളിപ്പെടുന്നത്. ഒന്നുമില്ലാത്തപ്പോ അമ്മ ഇരിക്കും, ഒരനക്കവും ഇല്ല. നമ്മളും പറയും, ഒരു പാവം സഹോദരി കാശും പുത്തനും കിട്ടുമ്പോ ഇവിടെ തനിനിറം അറിയാം. നമ്മൾ പറയാം, ഒരു പാവം അച്ചായന, പിന്നെ നല്ല അച്ചായന, പരുവക്കേടായതുകൊണ്ടാ അമ്മ ഇരിക്കുന്നേ. അവൻ്റെ കയ്യിൽ ഇച്ചിരി കാശും ചുറ്റുപാടും വരട്ടെ, ഇവൻ്റെ തനിനിറം അന്നേരം ഇവൻ പണം ഇരിക്കും. ഉണ്ട്, ഇതിനകത്തും കാണും. ഇങ്ങനെ ഇപ്പൊ പമ്മിയിരിക്കുന്നേ ഉള്ളൂ. കാക്കക്കേടൊക്കെ ഒന്ന് മാറട്ടെ, അന്നേരം അറിയാൻ തനിനിറം. അപ്പൊ ഇവിടെ വായിക്കുന്നത് അവൻ ബലവാനായപ്പോൾ എന്ന് പറഞ്ഞ എല്ലാ നിലയിലും ഇവന് ബലം കൂടിയപ്പോൾ വായിരേ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാ നിഗളം. അതുകൊണ്ടാണല്ലോ വെട്ടുകൊണ്ട് താഴോട്ട് വന്നത്. ആത്മീകതകളോ പാടില്ല. കൃപ കിട്ടും തോറും, അവസരങ്ങൾ ലഭിക്കും തോറും അവൻ വിധേയപ്പെടുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ഒന്നുകൂടെ രമ്യതപ്പെടുവാൻ, അവൻ സ്തോത്രം മനസ്താപമുള്ളവരായി ജീവിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ബലവാനായപ്പോൾ എനിക്കറിയാം, ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലർക്കായി ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, തെറ്റിദ്ധരിക്കണ്ട. ചിലരൊക്കെ ഇച്ചിരി സ്ഥാനവും മാനവും കിട്ടിക്കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഈയിടെ ഒരാൾ 2 പേരല്ല തന്നെ, 2 പേരല്ലേ, പേരൊന്നും ഞാൻ പറയുന്നില്ല, 2 പേരല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾക്ക് 1 വിരൽ കൊടുത്തു. അപ്പൊ എനിക്കൊരാശ്വാസം, എനിക്ക് 2 തന്നല്ലോ. വേറെ ചിലർ
വന്നപ്പം വിരലും ഒന്നും കൊടുത്തില്ല പുള്ളി ഇങ്ങനെ. അതേസമയം അല്പം കാശും പുത്തനും നല്ല വില കൂടിയ വണ്ടിയാലും ഇച്ചിരി വലിയ മൊബൈലും അറിഞ്ഞോണ്ട് അത് വന്നാൽ പുള്ളി രണ്ടുപേരല്ല, പുള്ളി അങ്ങോട്ട് ഞാനങ്ങ് മൊത്തം ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ തമാശല്ല പറഞ്ഞേ, സത്യമല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ പറയണം. ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക, ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഭൗതിക നന്മയും തരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിനക്ക് നന്മ തരുമ്പോൾ, നീ അർഹിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തുമ്പോൾ, അർഹിക്കാത്ത നന്മകൾ ദൈവം നിനക്ക് തരുമ്പോൾ, ഒന്നുകൂടെ വിനയപ്പെടുവാൻ, എളിമപ്പെടുവാൻ, മറ്റുള്ളവരെ ഒന്നുകൂടെ സ്നേഹം തണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുന്നെങ്കിൽ, അല്ല നെല്ലിക്കുന്ന IPCയിലുള്ളവര് ഒന്നുകൂടെ ഒന്ന് വിധേയപ്പെടുന്നെങ്കിൽ ഈ സഭയെ വീണ്ടും ദൈവം അനുഗ്രഹിക്കും. അതല്ല പിന്നെ ആള് കളിക്കാനാ പാപമെങ്കിൽ ഞാനെങ്ങനെ അത് പറയാൻ, അച്ചായും പിന്നെങ്ങാനും പറഞ്ഞാൽ മതി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അടുത്തത്, അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അപ്പൊ ഇവൻ ധൂപകലശം എടുത്തുകൊണ്ട് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ ഉസിയാവ് ചെന്നു. എല്ലാ ഭാഗവും പറയുന്നില്ല. അപ്പോൾ അസരിയാ പുരോഹിതന് പറഞ്ഞു, ഉസിയാവേ, നിനക്കിത് വിഹിതമല്ല, ഇത് ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ട കാര്യമാ, നിനക്ക് കാശും പൊസിഷനും ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ ശുശ്രൂഷയിൽ കയറി കൈ കടത്തരുത്. ചില സഭകളിലൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കണമെങ്കിൽ കമ്മിറ്റിയോട് അത്ര വട്ടം. എന്നെ മത്തായിച്ച ഞാൻ സത്യം പറയുക, ഈ കമ്മിറ്റിക്കാർ ഒറ്റയൊരുത്തൻ ഉപവസിക്കത്തുമില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ഉപവസിക്കുന്ന ചിലരുണ്ട്. ഉടനെ പറയുന്നത് നമുക്ക് ഇപ്പം നടത്തണോ? സഹോദര അവർ നടത്തിപ്പോണ്ടോ? ആര് വരാന്? ഉടനെ ചെലവെങ്ങനെ? അത് നമുക്ക് ഫണ്ടിൽ നിന്ന് എടുക്കാൻ അവൻ്റെ കുടുംബസ്വത്ത് എടുക്കുന്നത് പോലെ. ഇത് ഗുണം പിടിപ്പിക്കത്തുമില്ല, ഗുണം വരുത്തുകയില്ല ചിലര്. എന്നാൽ ആത്മീകരായ പലരുണ്ട്. ഇവന് കാശും പൊസിഷനും അധികാരം വെച്ചേച്ച് അതിൻ്റെ ഹുങ്കില് ധൂപ കാട്ടാൻ ചെന്നു. അപ്പൊ പുരോഹിതൻ തടഞ്ഞുടനെ അവൻ പ്രശ്നമുണ്ടാക്കി. ഇനി 19-ാം വാക്യമായിരുന്നു മോളെ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. എന്റെ ഭാഷ പറഞ്ഞ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. അവന്റെ കാലത്തായി യെശയ്യാവ് ശുശ്രൂഷിക്കുന്നേ. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുന്നവന്റെ കാലത്ത് അവിടെ പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഉപദേശിച്ച് എന്ത് വേദന തിന്നുക ഇല്ലേ? എന്നോടൊരു ബാബുക്കുട്ടി പറഞ്ഞു, ശനിയാഴ്ച ആകുമ്പോ ഇതിലെ ഒരു തീയാന്ന്. ഞാൻ ചോദിച്ചു, ബാബുക്കുട്ടി ആത്മാവിലാന്ന്? അയ്യോ, ആത്മാവിലല്ല, ഞായറാഴ്ച അല്ലയോ അവനെല്ലാം കൂടെ. പുള്ളിയുടെ ഭാഷ അത് എങ്ങനാ പറയുന്നേ? കൊള്ളുകയല്ല ഭാഷ. എന്നാലും എന്നോട് പറഞ്ഞു, വട്ടയെന്ന് വീണവനും മാവലി അപ്പിയവനുമല്ല ഞായറാഴ്ച വെപ്രാളമാ. കാരണം ഇവര് തമ്മിൽ കൊമ്പ. രണ്ടുപേര് തമ്മിൽ, രണ്ട് കുടുംബക്കാര്, രണ്ട് വ്യക്തികൾ, ബിസിനസ് ഉള്ള രണ്ടുപേര് ചില സഭയിലുണ്ട്. കൊമ്പ. മാങ്ങാണ്ടിയാന്നോ മൂത്തത്? അവിടെ പറഞ്ഞ ആൻസർ അമ്മയാന്നോ എന്ന് പറഞ്ഞത്. ആട്ടെ, അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവരുടെ കാലത്ത് ശുശ്രൂഷിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ. യെശയ്യാവ് ആ കാലത്താ ശുശ്രൂഷിച്ചത്. ഏതാ? പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ ഒരുത്തൻ. ഇനി അവന്റെ മകൻ 27:1 വായിര്. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഇവൻ പള്ളി കയറുകയല്ല. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി ശുശ്രൂഷയുടെ കാലയളവാ. മോൻ പള്ളിക്കകത്ത് കയറുകയല്ല. ഞാൻ ചില ഭാഷമാടി വയ്ക്കും, എത്ര കുടുംബമുണ്ട് അവനെ പറയും 100 ചില്ലുവാനുമുണ്ട്. പക്ഷെ എല്ലാവരും കല്യാണത്തിന് വരും. ഞങ്ങൾ ഉപദേശന്മാർ കൂടുതൽ കള്ളം പറയുന്ന 2 സ്ഥലത്ത് വെച്ചാ, ഒന്ന് മരണ വീട്ടിലും 2 കല്യാണത്തിന്. യോഗത്തിന് പോലും വരാത്തവനാന്നിൽ ഇരുത്തിക്കൊണ്ട് പറയും, ബ്ലസനെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം തുടിക്കുന്നു. ഇവിടുത്തെ ബ്ലസന്റെ കാര്യമല്ല, ഞാനൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ സഭയ്ക്ക് വളരെ
ഇവൻ കൈയടിക്കുകയല്ല, പാട്ട് പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല. ഇന്ന് വരെ ഇവനൊന്ന് പൊതുവെ പ്രാർത്ഥിച്ചിട്ട്, എന്നാലും അങ്ങ് തുടിപ്പാ ബ്ലസ്സനെ കൊടുക്കുമ്പോ. കള്ളത്തരമാ. അല്ല, ഇത് പറയാതിരിക്കാനും ഒക്കുമോ? ബന്ധുക്കാർ വന്നിരിക്കുക, അന്നേരം ഇവൻ കൊള്ളുകയല്ലെന്ന് പറഞ്ഞ. ചില വീട്ടുകാർ നേരത്തെ പാസ്റ്റർമാർ പറയും, പാസ്റ്ററെ ഞങ്ങളെ ഒന്ന് കിളത്തിയേക്കണം, എല്ലാവരും ഉള്ളപ്പോ ഒന്ന്. പിന്നെ അതിനൊക്കെ പ്രത്യേകമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, പ്രത്യേകമായിട്ടൊക്കെ ഉണ്ട്, ഇവിടെയും കാണും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ ആരാടായി 90ാമത്തെ വാർഷികത്തിന് വിളിച്ചു? ഇതിന് ഞാൻ തന്നെ വരേണ്ടത്. അപ്പൊ ഒരു കാര്യം പറയാം, ഇവന് പള്ളിക്കകത്ത് കയറുകയല്ല. യോലാം പള്ളി കയറുകയല്ല. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലുണ്ട്. ഇവരുടെ കാലത്തായി യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാ. ഇനി അവനൊരു മകനുണ്ടായിരുന്നു. മോളെ വായിച്ച് 28:24 വായിര്. ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ലോ, ഉടച്ചു. ആട്ടെ. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് പള്ളി പൂട്ടി. വലിയപ്പൻ പള്ളി വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുകയല്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി. നല്ല ഫാമിലി. അയാൾക്കൊരു മോനുണ്ടായിരുന്നു, അവന്റെ പേരാ ഹിസ്കിയാവ്. അയാൾ കുറച്ച് വെളിവുണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെളിവ് പോയി. കുറച്ചൊക്കെ വെളിവ് ഉണ്ടായിരുന്നു, പിന്നെ വെളിവ് അങ്ങ് പോയി. എന്തോ അങ്ങനെ വെളിവ് പോയത്? അയാൾ അതിലും മിടുക്കനാ. പുള്ളി ചെയ്ത തന്നെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവ് ഹിസ്കിയാവ്, ആകാശന്റെ മകനാ ഹിസ്കിയാവ്, ലാഖീശിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. അശൂറിനൊക്കെ ചെന്ന് സംബന്ധം കൂടുക എന്ന് പറഞ്ഞ ഇടപാട് കാര്യങ്ങൾ. പിന്നെ ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അശൂർ രാജാവ് യഹൂദ രാജാവ് ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളി ഒക്കെയും കൊടുത്തു. ദൈവാലയത്തിലെടുത്ത് അശൂർ രാജാവിന് സ്വോത്രകാഴ്ച എടുത്ത കേസ് കളിക്കുന്നേ എങ്ങനെ ഗുണം വരും? അത്താച്ചന് മനസ്സിലായോ? സ്വോത്രകാഴ്ച എടുത്ത് പാത്രം കഴുകാൻ പോകുന്നവനുണ്ട്, റബ്ബർ വെട്ടാൻ പോകുന്നവനുണ്ട്, റോഡ് പണിക്ക് പോകുന്നവനുണ്ട്, മറ്റു വീടുകളിൽ ചെന്ന് പല വീടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വിദേശത്തുള്ളവരും കഷ്ടപ്പെട്ടാ. നിങ്ങൾ ഓർക്കുന്നത് പേർഷ്യ കിടക്കുന്നവർ രാവിലെ യാക്കിനകത്ത് കാശ് ഇറക്കുക എന്നാണോ? എന്ത് കഷ്ടപ്പെട്ടാ അധ്വാനിക്കുന്നേ. അമേരിക്ക ചെന്ന് നോക്ക, പോയിട്ടുള്ളതല്ലയോ ഇവരൊക്കെ? എന്ത് കഷ്ടപ്പെട്ട അവര്, മാന്യ സഹോദരിമാര്, നേഴ്സുമാര്, എന്ത് ബുദ്ധിമുട്ടിയാന്നറിയാമോ? ഒരു ഇച്ചിരി തെറ്റിയാ മതി, പ്രശ്നമാ. ഉറക്ക വളച്ച് നൈറ്റ് ഡ്യൂട്ടി 2-3 ഡ്യൂട്ടി ചെയ്ത് ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ചെല്ലുമ്പോൾ ദൈവത്തെയും വചനത്തെയും കർത്താവിന്റെ വേലയും ഭയപ്പെട്ട അവർക്ക് ലഭിക്കുന്ന നന്മയിൽ ഒരു വിഹിതം തരുന്നത്. അതെല്ലാം കൂടെ പിരിച്ചു മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ കേസും കോടതിയും കളിക്കുകയാണ്. ഇവനെ എല്ലാം അടിച്ച് ഇവന്റെ എല്ലാം ആപ്പീസ് പൂട്ടി. ഞാൻ പറഞ്ഞോട്ടെ, തായ്ച്ചൻ പറയണ്ട, പറഞ്ഞാൽ അവരെടുത്ത് ഇണ്ടനടിക്കും. ദൈവത്തിന് മഹത്വം. ഇതിനെല്ലാം കണക്ക് കൊടുക്കണം. ഒരു ചില്ലിക്കാശിന് വിലയുള്ളതാ. ആലയത്തിലെ ഭണ്ഡാരത്തിൽ കണ്ടതെല്ലാം കൂടെ എടുത്ത് അശൂർ രാജാവിന് കൊടുത്തു. അത് പാടില്ല. മോളെ ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. എല്ലാം പുറകിരിക്കുന്നവര് കേട്ടില്ലെന്ന് തോന്നുന്നു. വായി. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവ് ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പള്ളിയിൽ കട്ടിളക്കാലിൽ പൊതിഞ്ഞിരുന്ന പൊന്നും വെള്ളിയെല്ലാം കൂടെ പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. നല്ല ഫാമിലി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി, കൊച്ചുമോന്റെ മകൻ പള്ളി കണ്ടതെല്ലാം കൂടെ പറിച്ചെടുത്ത് തീർന്നില്ല. അവനൊരു മകനുണ്ടായിരുന്നു. അതിലും അവന്റെ പേര് തന്നെ ഒരു വല്ലാത്തത്.
പേര് പോലെ തന്നെ ഒരു ഗുണം വരാത്തവന്. എന്തുവാ പേര്? മോനെ പോൾസനെ പേരെന്നാ? ഷേന്നല്ലെന്ന്. അത് ഞാൻ പറഞ്ഞതല്ലേ. മോനെ കുനിഞ്ഞിരുന്നാ ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താന്നോ? മനേഷേ, അതാ ഷേ. അപ്പൊ യവനൊരു മകനുണ്ടായിരുന്നു മനേഷേ. ഇയാൾക്ക് 15 വർഷം കൂട്ടിക്കൊടുത്തപ്പോൾ ആ പിറ്റേ 2-ാം വർഷം ജനിച്ചതാ മനേഷേ. ഇവൻ അതിലും വിക്രമനാ. ഇവൻ ചെയ്തത് എന്നതാ? വായിച്ചേ മോളെ, 21-ാം അധ്യായത്തിന്റെ 1 ആദ്യം വായിര്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 21-ന്റെ 1 വായിര്. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ, മനശ്ശയുടെ ചരിത്രമാ പറഞ്ഞു വരുന്നത്. മനേഷേ വല്ലാത്തൊരു പ്രകൃതക്കാരനാ. ഇവന്റെ ഒത്തിരി ചരിത്രം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇവൻ ചെയ്തത് എന്നാന്നറിയാമോ? ഇനി 7-ാം വാക്യം വായിച്ചേ മോളെ. ഈ ആലയത്തിലും ഇസ്രായേലിലെ സകല ഗോത്രങ്ങളിൽ നിന്നും, ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന്, എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളിച്ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. എങ്ങനെയുണ്ട്? ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ദൈവാലയത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവാലയത്തിൽ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവാലയത്തിൽ ഇവൻ ഇവന്റെ അശേര പ്രതിഷ്ഠയെ കൊണ്ട് സ്ഥാപിച്ചു. നല്ല ഫാമിലി അല്ലേ? റോയൽ ഫാമിലി. ചെല്ലി പറയത്തില്ലയോ, ഞങ്ങൾ അരിസ്റ്റോക്രാറ്റ്. നല്ല 5 എണ്ണം വല്യപ്പൻ പള്ളിക്കകത്ത് വാടകൊണ്ടാക്കി. മോൻ പള്ളി കയറുകയില്ല. അതിൻ്റെ മോനെ പള്ളി പൂട്ടി. പുള്ളിയുടെ മോനെ പള്ളി കണ്ടതെല്ലാം കൂടെ പറിച്ചെടുത്ത് കൊടുത്തു. അവൻ്റെ മകൻ പള്ളിക്കകത്ത് കൊണ്ട്. ദൈവത്തിന് മഹത്വം. ചുമ്മാ വായിച്ചു വിട്ടാ പോരാ, ചുമ്മാ കേട്ടിരുന്നാ പോരാ. ഇതല്ലയോ ഇന്ന് ആത്മീയ ലോകത്ത് പലയിടത്തും നടക്കുന്നത്. പറയുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലുള്ളതാ. ആയിക്കോട്ടെ, ഞാൻ ഇതിൻ്റെ എന്തുവാ സുവനീർ വായിച്ചു. അത് വായിച്ചു, നന്നായിരിക്കുന്നു. ആരംഭ സമയത്ത് ചുമല കൊടുത്തവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരും ഇവിടെ ശുശ്രൂഷിച്ചതാ. കുന്നത്തങ്കര കുട്ടിയച്ഛനെ, അഷ്ടമുടി ഉമ്മച്ചനെ, പിന്നെ വേലമ്പറമ്പി തോമാച്ചനെ, വി ടി തോമാച്ചായൻ, എല്ലാം അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാർ. അവരുടെ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാ. അതൊക്കെ ഞാൻ ഓടിച്ചൊന്ന് നോക്കിയതേ ഉള്ളൂ. വളരെ അഭിനന്ദനീയം. പക്ഷേ ആദിമ പ്രതിഷ്ഠയും തീരുമാനവും ഭക്തിയും വേർപാടും നഷ്ടപ്പെടുത്തരുത്. അതിനി വർദ്ധിച്ചേ വരാവൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇങ്ങനെ പ്രശ്നക്കാരുടെ നടുവില് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഒരുത്തൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നു, ഒരുത്തൻ പള്ളി കയറുകയില്ല, ഒരുത്തൻ പള്ളി പൂട്ടി, ഒരുത്തൻ പള്ളി കണ്ടതെല്ലാം കൂടെ പറിച്ച് എടുത്ത്. ഈ 4 എണ്ണത്തിന്റെ കാലത്ത് ആ പുള്ളി ശുശ്രൂഷിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടാന്ന് ഓർത്തോണം. അയ്യോ, ചില സഭയിലൊക്കെ ചെന്ന് സ്വോത്രം പറയാത്തവനും കൈയടിക്കാത്തവനും എങ്ങനെ ശുശ്രൂഷിക്കും? അവൻ ഇങ്ങനെ ഇരിക്കുക, കരിങ്കല്ലിരിക്കുമ്പോൾ ഒന്ന് കൈയടിക്കുവോ? 90 കിലോ ഉണ്ട് എൻ്റെ ബേബി, 1/2 കിലോയുടെ സ്വോത്രവേലും പറ. നീ 5 പൊറാട്ടായും അതിനെടുത്ത കറിയും എടുക്കുമല്ലോ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്, ദൈവത്തെ സ്തുതിക്ക്. അവിടുന്ന് സ്തുതിക്കും മഹത്വത്തിന് യോഗ്യനാ. ഈ 4 എണ്ണത്തിന്റെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഏതാണ്ട് 19 കൊല്ലത്തോളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് മഹത്വം. ആ ശുശ്രൂഷ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ഈ പള്ളി പൂട്ടുന്നവനും പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളി കണ്ടതെല്ലാം കൂടെ പറിച്ചെടുത്ത് കൊടുക്കുന്നവനും പള്ളിക്കകത്ത് കൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥാപിച്ചവരുടെയൊക്കെ കാലത്ത് യെശയ്യാവ് ധൈര്യത്തോടെ ശുശ്രൂഷിക്കാൻ കാരണം മറ്റൊന്നുമല്ല. യോഹന്നാൻ 12:41 വായിച്ചു. അവിടുന്ന് യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. എന്റെ സഹപടന്മാരാകുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ തേജസ്സാ. കാണേണ്ട വെളിപ്പാട് യേശുവിനെ പറ്റിയ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന സകല ആൾക്കാർ യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടേ തിരിച്ചു പോകാവൂ. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടവനായി, ചുട്ടുപടിപ്പിച്ച് വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ച് നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവർ കൈ
ചെവിയും കെട്ടി വായും പൂട്ടിയിരിക്കാറ് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ പാടില്ലാത്തവൻ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്ന ക്രൈസ്തലോ, ആകാശത്തെ വെള്ളിക്കോൽ കൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിൽ പൊടിയെല്ലാം നാഴികൾ കൊള്ളിക്കുന്നവൻ, അതിന്റെ പരിമാണം എടുക്കുന്നവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തേജസ് കണ്ടേ തിരിച്ചു പോകാവൂ. വന്നതുപോലെ തിരിച്ചു പോകരുത്. നീ രോഗിയായിട്ടായിരിക്കും വന്നിരിക്കുന്നത്, പക്ഷേ അങ്ങനെ പോകരുത്. ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. നീ മനോദുഃഖത്തോടെ വന്നിരിക്കുന്നത്, അങ്ങനെ തിരിച്ചു പോകരുത്. രട്ടടിച്ച് സന്തോഷത്തെ കുടിപ്പിക്കുന്നവൻ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ, അനർത്ഥ ദിവസത്തിൽ നിന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നവൻ, തിരുനിവാസത്തിന് മറവ് നിന്നെ മറയ്ക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ആ കണ്ട കാര്യം ആറാം അധ്യായത്തിൽ ഞാനൊരു കാര്യം വചനത്തിൽ നിന്ന് പറയാം. ഇവിടെ ദാനിയേൽ ഒരു പാസ്റ്ററൊക്കെ ഇരിക്കുന്നുണ്ട്, അല്പം പേടിച്ചാ സംസാരിക്കുന്നത്. ഇവരൊക്കെ നല്ല വചനത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഒരു അല്പം ഭയത്തോടാണ് നിൽക്കുന്നത്. എന്തേലും പോഷത്വം വല്ലതും കൊണ്ട് അങ്ങ് ക്ഷമിച്ചേക്കണം. ദൈവത്തിന് മഹത്വം. യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ഇനി ആറാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ മോളെ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനൊരു കാരണമുണ്ട്. ഈ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണല്ലോ യെശയ്യാവ്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പനും കൂടെ ആണല്ലോ ഇവര്, ആമോസിന്റെ മകൻ എന്നുള്ള ബന്ധത്തിൽ. അപ്പോൾ ഉസ്സിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് സങ്കടമായി. ഇവര് ബന്ധുക്കാരാ, എല്ലാം രാജകുടുംബത്തിൽ റോയൽ ഫാമിലിയാ. സങ്കടം വരാൻ ഒരു കാരണം, നിങ്ങൾ വേദപുസ്തകം പിന്നീട് വായിക്കുമ്പം ഉസ്സിയാവിൻ്റെ കാലത്ത്, ഇയാള് വഴക്കാളിയാണെങ്കിലും പുള്ളിയുടെ കാലത്ത് ഈ രാജ്യത്തിന് വളരെ പുരോഗതി ഉണ്ടായിരുന്നു. തന്നെയുമല്ല, കൃഷിയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നയാളായിരുന്നു ഉസ്സിയാവ്. ജലസേചന പദ്ധതി, കൃഷി, അങ്ങനെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത്. കൃഷിക്ക് വലിയ പ്രാധാന്യം. അപ്പോൾ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക. അത് എന്തുവാ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അഗ്രികൾച്ചർ. തെറ്റിയോ? അല്ല, നമ്മുടെ നവതി കൺവെൻഷനല്ലേ ഇരിക്കട്ടെ ഒരു ഇംഗ്ലീഷ്. തെറ്റുകാരനെ പറയണേ. അപ്പൊ ഈ ഉസ്സിയാവിന്റെ കാലത്ത് അഗ്രികൾച്ചർ വളരെ നല്ലതായിരുന്നു. അല്ല, ഇടയ്ക്ക് കയറി പറയാം, അഗ്രികൾച്ചറിൽ നിന്ന് ആ കൾച്ചർ ഉണ്ടായത്. അതെ, നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കും, എവിടെ അഗ്രികൾച്ചറിന് ഭംഗം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം കൾച്ചറും പോയി. അതിനാ ഇത് വന്നേ കൾച്ചർ. നമ്മൾ പറയല്ലോ ഒരു കൾച്ചറുമില്ല, അഗ്രികൾച്ചർ പോയത് കൊണ്ടാണ്. ഒരു ചെറിയ ഉദാഹരണം, ഇഷ്ടമുണ്ടേ ചോദിച്ചാൽ മതി. പണ്ട് കാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിച്ചേ, വീട്ടിലും കുടുംബത്തിലും ഒക്കെ കൃഷിയുണ്ട്. നാളികേരം, അല്ലെ നെല്ല്, കിഴക്കനാട്ടിലൊക്കെ കുരുമുളക്, ഏലം, അല്ലെങ്കിൽ ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ. അപ്പൊ ഇതൊക്കെ വിളവെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പന്മാരിത് തലേ കൊട്ട ചുമന്ന് ഒന്നിച്ചായി ഇവര് ചന്തയ്ക്ക് പോകുന്നത്. ഒരു കൂട്ടായ്മ ബന്ധം, നല്ല കൾച്ചറാണ്. അവിടുത്തെ അപ്പൻ കൊട്ടയ്ക്കകത്ത് വെളുപ്പിനെയാണ് ഇറങ്ങുന്നത്, ചന്തയിൽ പോകണ്ടേ. ഇറങ്ങുമ്പം വേറൊരു അപ്പച്ചൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒന്ന് കൂവും, ഉടനെ പുള്ളി വരും. രണ്ടുപേരും കൂടെ അടുത്ത വീട്ടിൽ ചെല്ലും. അങ്ങനെ ഒന്നിച്ചായി ഇവർ പോകുന്നത്. ഉദാഹരണമായി പറയാൻ, അവരൊന്നിച്ച് ചന്തയിൽ പോയി ഇതെല്ലാം വിറ്റ് അന്യോന്യം സന്തോഷിച്ച് കട്ടനുമൊക്കെ കുടിച്ച് ലോഹ്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നു. നല്ലൊരു ബന്ധമാണ്. ഇന്നോ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു, നശിപ്പിച്ചു, കൃഷിയെല്ലാം പോയി. അതുകൊണ്ട് ആ ബന്ധവും പോയി. ഇപ്പൊ ഇവിടുത്തെ അപ്പച്ചന് കാറുണ്ട്, കറുത്ത ഗ്ലാസ് ഇട്ട കാറ്. അപ്പച്ചന് ഡ്രൈവറുണ്ട്, അവനെ വിളിക്കും. വലിയ എരിഹോമതിൽ പോലെ മതിലും കെട്ടി, ഗേറ്റ് വിട്ട്, ആമത്താഴ് വിട്ട് പൂട്ടി, വാല് മുറിച്ച 2 പട്ടിയും, പിന്നെ നടക്കാൻ മേലത്തൊരു തള്ളി.
ഇതാണിപ്പോൾ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും. ഞാൻ തമാശ പറഞ്ഞതല്ല. ആരുമായിട്ടൊരു ബന്ധമില്ലല്ലോ. പിന്നെ ആകെ കൂടെ പെന്തിക്കോസുകാർക്കൊരു ബന്ധം ചർച്ച വരുന്നത് കൊണ്ട് അതും എല്ലാവരും ഒന്നും ബന്ധമില്ല. താമസിച്ചേ വരുവോളൂ, നേരത്തെ പോകുകയും ചെയ്യും. പിന്നെ ചിലര് കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതാ, മുഴുവൻ മുദ്രയാ. ഇവിടെ ചെറുതുരുത്തിലല്ലേ കലാമണ്ഡലം. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അഗ്രികൾച്ചർ മോശമായാൽ കൾച്ചറും മോശമാണ്. എൻ്റെ വീട് കുട്ടനാട്ടില്ല. അവിടെയൊക്കെ കൃഷി നടത്തുമ്പോൾ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാ. കൃഷി നടത്തുമ്പോൾ ഇവിടെ വെള്ളം കയറ്റുമ്പം അവരോട് പറയും ഞങ്ങളുടെ അവിടോട്ടും കൂടെ ഒന്ന് തുറന്ന് വെക്കണം. അതൊരു ബന്ധമാണ്. ഇവിടുത്തെ കൊയ്ത്തിന് ആളില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ആളിനെ കൊടുക്കും. ഇവരിങ്ങോട്ട് ഒരു സഹകരണം. ഇന്ന് അതൊന്നുമില്ല. അപ്പോൾ ഉസിയാവ് അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം കൊടുത്തു. രാജ്യത്തിന് വളരെ അനുഗ്രഹവും നന്മയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉസിയാവ് മരിച്ചു. അത് യെശയ്യാവിനെ വേദനിപ്പിച്ചു. യെശയ്യാവ് നോക്കിയപ്പോൾ ഉസിയാവ് ഇരിക്കുന്നിടത്ത് ഇനി ആളില്ല. ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനാ? ഈ രാജ്യം എങ്ങനാ? യഹൂദ രാജ്യം എങ്ങനായിരിക്കും? ജനത്തിന്റെ ഭാവി എങ്ങനാ? ആരായിനി ഇവരെ നടത്തുന്നത്? ഇങ്ങനെ മനോദുഃഖത്തോടിരുന്നപ്പോൾ കർത്താവ് ദർശനം കൊടുത്തു പറയുക. ശരിക്കും ചിന്തിച്ചാൽ യെശയ്യാവേ, ഉസിയാവ് അവൻ ആ സിംഹാസനത്തിൽ ഇല്ലെന്നോർത്ത് നീ പതറരുത്. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ വിട്ട് മാതാവ് ചിലപ്പോൾ പോയി കാണും, പിതാവ് ചിലപ്പോൾ പോയി കാണും, സ്നേഹിതരാ പോയി കാണും, മക്കൾ പോയി കാണും, ചില ശുശ്രൂഷകന്മാർ ചിലപ്പോൾ ശുശ്രൂഷക ചക്കര നാട്ടിൽ പോയി. നീ നിരാശപ്പെട്ടു പോകരുത്. ഇനി ആരാ, എങ്ങനെ, എന്താ? അല്ലല്ലല്ല. ആമേൻ. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, എന്നെ നിങ്ങളെ നടത്തുവാൻ. നിന്നെ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ഭർത്താവ് മാറ്റപ്പെട്ടെന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഉയർന്ന സിംഹാസനത്തിൽ നിനക്ക് വേണ്ടി ഒരുവൻ ഇരിക്കുന്നുണ്ട്. ഭാര്യ മാറ്റപ്പെട്ടല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഒരു ഉയർന്ന സിംഹാസനത്തിൽ ഒരുവൻ നിനക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ ദർശനം കാണണം. അനുഭവിക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി യേശുവിനെ നന്നായിട്ടൊന്ന് കാണ്. ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഈ ദർശനം കണ്ടു. ഇനി യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടെന്നുള്ളതിന് വേറൊരു തെളിവ് ഈ 6-ാം അധ്യായത്തിൽ സിംഹാസനമാ കാണുന്നേ. മോളെ ഒന്നുകൂടെ വായിച്ചേ. രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം. ഞാൻ വചനത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് പോവുക. കാരണം ഇത് നെല്ലിക്കുന്നതാണല്ലോ പ്രസംഗിക്കുന്നത്. തന്നെയല്ല, ഇരിക്കുന്ന വിശ്വാസികൾ ഞങ്ങളെക്കാളും വളരെ മിടുക്കന്മാരും പ്രഗത്ഭന്മാരുമാണ്. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന ബലപ്പെടുവൊന്നുമല്ല. ഞാൻ തെറ്റിക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. തന്നെയല്ല, നിങ്ങൾ എനിക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുക എന്ന് എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇവർ പിന്നെ പോട്ടെ. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാൽ എന്നാലാവും വിധം നിൽക്കുന്നത്. പിന്നെ എന്തേലും പോരായ്മയുണ്ട്, നിങ്ങൾ സദയം ക്ഷമിക്കണം. അപ്പം ശ്രദ്ധിക്കുക, 6-ാം അധ്യായത്തിലൊരു സിംഹാസനം കാണുന്നു. 6-ൽ. എന്നാൽ മോളെ ഇനി 53-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. അറിവുള്ള വാക്യമാ. 53-ന്റെ 7. മൈക്ക് കൂടെ വായിക്കും മോളെ. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ. അപ്പൊ ശ്രദ്ധിച്ചേ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. അപ്പോൾ 53-ൽ കുഞ്ഞാടിനെ കാണുന്നു. 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു. 53-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. യേശുവിനെ കണ്ടെന്ന യോഹന്നാൻ 14:21 കണ്ടത്. 6-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം കാണുന്നു. 53-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. ഇത് രണ്ടും കൂടെ ഒത്തുവരുന്നത് വെളിപ്പാട് പുസ്തകത്തില്ല. വായിച്ച എല്ലാ ഭാഗവും എടുപ്പിക്കുന്നില്ല. 5-ാം അധ്യായത്തിന്റെ 4 മുതൽ ഒന്ന് വായിച്ചേ മോളെ. 4 മുതൽ
പുസ്തകം തുറന്നു ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നു, അകത്തും പുറത്തും മുദ്രകിട്ട പുസ്തകം കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ മൂപ്പന്മാരോടൊരുത്തൻ പറഞ്ഞ്, കരയേണ്ട യോഹന്നാനെ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും വായിരേ. ദാവീദിന്റെയും ഏഴുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജയം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും, ഞാൻ സിംഹാസനത്തിലെയും 4 ജീവികളുടെയും നടുവിൽ, മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അപ്പോൾ യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ സിംഹാസനവും 53-ൽ കുഞ്ഞാടും. അത് വെളിപ്പാട് 5-ലോട്ട് വരുമ്പോൾ 5-ാം അധ്യായത്തിൽ 2ഉം കൂടെ കാണുക. ഒരു സിംഹാസനവും 5-ന്റെ ഒന്ന് വായിച്ചേ മോളെ. സിംഹാസനം. അപ്പൊ ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇനി 5-ാം വാക്യം വായിര്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അപ്പോൾ യെശയ്യാ 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. അത് വെളിപ്പാട് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ൽ സിംഹാസനം, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞാടിനെ കാണുന്നു. ഇനി അടുത്തത് 7-ാം അധ്യായത്തിന്റെ 10 വായിച്ചേ മോളെ. എല്ലാ വാക്യങ്ങളും ഇപ്പൊ എടുപ്പിക്കുന്നില്ല. 7-10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. അപ്പോൾ ഒരു വാക്യത്തിൽ കാണുക സിംഹാസനവും കുഞ്ഞാടും. യെശയ്യാ 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. വെളിപ്പാടിലേക്ക് വരുമ്പോൾ 5-ന്റെ 1-ൽ സിംഹാസനം, 5-ന്റെ 6-ൽ കുഞ്ഞാട്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ 7-ന്റെ 10-ൽ സിംഹാസനവും കുഞ്ഞാടും. ഇനി അതിന്റെ 17 വായിച്ച ആ ഭാഗം വിടാം. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട്. അത് ഒന്നിച്ച് അടുത്ത് വന്നല്ലോ. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട്. ഇന്ന് രാത്രി ആ കുഞ്ഞാട് ഇവിടെ വന്നിട്ടുണ്ട്. യോഹന്നാൻ യാതൊരു സങ്കോചവും കൂടാതെ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ഇന്ന് രാത്രി ആ കുഞ്ഞാട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ദൈവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചു വെറും കഥയോ. ദൈവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമചമനൊരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമചമനൊരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിതനമാൽമ്യം നാവാർണ്യമോ. ദൈവകരുണയിതനമാഹാത്മ്യം നാവാർണ്യമോ. ദൈവകരുണയിതനമാഹാത്മ്യം. അപ്പൊ ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ ദർശിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ഒന്നുകൂടെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാമത്തെ തിരുവെടുത്ത് വായിച്ചാട്ടെ മോളെ. യെശയ്യാവ് അവിടുത്തെ തേജസ് കണ്ടു. ശ്രദ്ധിക്കണം, നിങ്ങൾക്കറിയാം, യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ അവൻ വെറുതെ കാണുകയല്ല, അവിടുത്തെ പറ്റി ഓരോന്നോരോന്നും അങ്ങോട്ട് തെളിയിച്ചു. ഈ തേജസ് കണ്ട് എന്തൊക്കെ കണ്ടു നമുക്ക് ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ അറിയാം. ഒന്ന്, ആമേൻ സ്തോത്രം, അവിടുന്ന് എങ്ങനെ ജനിക്കുമെന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. 7:14 ഇതൊക്കെ അറിവുള്ള വാക്യമാണ്. എങ്ങനെ ജനിക്കും? 7:14 തേജസ് കണ്ടപ്പോൾ എല്ലാ കാര്യവും ദൈവം കാണിച്ചു കൊടുത്തു. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം മോളെ യെശയ്യാവ് മൈക്ക് കൂടെ അങ്ങ് വായിച്ചോട്ടെന്ന് ഓർത്താ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേര്. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെ ജനിക്കും
എന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. കാരണം തേജസ് കണ്ടതാ. തേജസ് കണ്ടപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. അമ്മ പ്രശ്നക്കാരാകുന്ന രാജാക്കന്മാര് ഭരിക്കുന്ന കാലമാ. പ്രശ്നം അവിടെ നിൽക്കട്ടെ, പ്രശ്നമല്ല നമ്മുടെ വിഷയം. നീ കർത്താവിനെ കാണുന്നുണ്ടെന്നുള്ളതാ. എന്നോട് ഒരാൾ ചോദിക്കുക, കുമ്പനാട് കൺവെൻഷൻ നടക്കുമോ എന്ന്. ഞാനെങ്ങനെ അറിയുന്നത്? എന്നോടായിച്ചോ കുമ്പനാട് കൺവെൻഷൻ? എടാ, കുമ്പനാട് കൺവെൻഷൻ നടക്കുകയോ, മുളക്കുഴ നടക്കുകയോ, പൊന്നുലൂര് നടക്കുകയോ, ഈ അടുത്ത ആഴ്ചയില് തിരുവല്ല ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നീ യേശുക്രിസ്തുവിന്റെ തേജസ് കാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി മറ്റ് വിഷയങ്ങളെല്ലാം വിട്. ഇന്ന് രാത്രി വന്ന സകല പ്രിയപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടേച്ചു പോകണം. നാളെ എന്ത് നടക്കുമെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇന്ന് രാത്രി അവിടുത്തെ നല്ലതുപോലെ രുചിച്ചറിഞ്ഞേച്ച് വേണം ഈ ഗ്രൗണ്ട് വിട്ടു പോകാൻ. പള്ളി മൂട്ടുന്നവനും പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളിയുടെ സാധനം പറിച്ചു വിൽക്കുന്നവനും ഒക്കെ ഉണ്ട്. അതവിടെ കിടക്കട്ടെ. ഗുണ്ടകൾ കാണും. പിന്നെ എന്തുവാ, വാചകവും കിട്ടുന്നില്ല. കൊട്ടേഷൻ, അത് നല്ല പദവാ. മത്താഴ്ച വന്ന നന്നായി. ഗുണ്ട കാണും, കൊട്ടേഷൻകാർ കാണും, ഭീഷണി മുടക്കുന്നവര് കാണും, കൊങ്ങയ്ക്ക് പിടിക്കുന്നവൻ കാണും, തത്തിക്കുന്നവൻ, കേസുകാരൻ കാണും, മഴക്കാളി കാണും. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇതൊക്കെ അവരും ദൈവവും കൂടെ തീർക്കും. നീ യേശുവിനെ കാണ്. ഇന്ന് രാത്രി യേശുവിന്റെ തേജസ് കാണ്. അവൻ മറ്റുള്ളതെല്ലാം അങ്ങ് വിടേ, അതെല്ലാം അങ്ങ് വിടേ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ തേജസ്സാ. ഹല്ലേലൂയ. ഇത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയൻ പ്രമോദമേ ആമേൻ. ഇത്ര ഭാഗ്യമൻ ഇത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയൻ പ്രമോദമേ അവനെന്റെ ഉപനിധി കാത്തിടും. വനലോകത്തിലെന്നെ ചേർത്തിടും. അവനെന്റെ ഉപനിധി. കൈയടിച്ച് ചേർന്ന് പാടും. അവനെന്റെ ഉപനിധി കാത്തിടും. വനമേഘത്തിലെന്നെ ചേർത്തിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ആ കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ഓ കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, ആനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. അതൻ ചേർന്ന് പാട്. അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ഓ കാലമേറ്റം ആസന്നമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തുവിന്റെ തേജസ് കാണണം. ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്നവർ, ഈ മഹായോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും കണ്ടില്ലെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ കണ്ടേച്ച് വേണം പോകാൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഒന്ന് കാണണം. ദൈവത്തിന് മഹത്വം. അല്ല, യേശു നമ്മളെ കാണും. നമ്മളെ കാണുന്നുണ്ട്. എന്നെ കാണുന്നവൻ ഇവിടെയും നമ്മളെ നന്നായിട്ട് കാണും. ഞാനെപ്പോഴും പറയാറുണ്ട്, നീ എവിടെ പാത്തിരുന്നാലും കർത്താവ് നിന്നെ കാണും. ദൈവത്തിന് മഹത്വം. ഒരുത്തനെ യേശുവിനെ ഒന്ന് കാണാൻ അത്തിയുടെ മേളിൽ കയറി. അയാളെ കുറിയവനാ. പുള്ളി പുറകോട്ടല്ല ഓടിയത്, മുന്നോട്ടാണ് ഓടിയത്. ഈ പുറകോട്ട് ഓടുന്നതുകൊണ്ടാ കാണാത്തെ. പുള്ളി മുന്നോട്ട് ഓടിയത് അത്തി ഒരു അത്തിയെ കയറി. അവൻ്റെ എന്താ, യേശു എന്നെ കാണരുത്, എന്നാൽ ഈ പുള്ളിക്ക് യേശുവിനെ കാണണം. ആര് പറഞ്ഞില്ല പുള്ളി ഇതിൻ്റെ മണ്ടേ കയറി പമ്മിയിരുന്നത്? സൂക്ഷ്മേശു അതിൻ്റെ ചോട്ടി വന്നു വെച്ച് പറഞ്ഞു, ഉരുണ്ട് വീടാതെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഉരുണ്ട് വീടെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങോട്ടിറങ്ങി.
അപ്പൊ അത്തിയുടെ മേളിൽ ഇരുന്നവനെ സൂക്ഷം കർത്താവ് കണ്ടു. വേറൊരിക്കൽ ഒരുത്തനോട് കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ, അപ്പൊ അത്തിയുടെ മേളിൽ ഇരുന്നാലും നിന്നെ കാണും, കീഴിലിരുന്നാലും കാണും. പിന്നെ ചരിത്രമൊക്കെ പറഞ്ഞത് പാപം ചെയ്തേച്ച് അപ്പച്ചനും അമ്മച്ചും കൂടെ അത്തിക്ക് മറഞ്ഞിരുന്നെന്ന ചില വാദം. കാരണം അതിന് ന്യായമായിട്ട് യോജിക്കാം, അത്തിയില കൊണ്ടാ, അപ്പം അതുകൊണ്ട് അതിന് തന്നെ മറഞ്ഞിരുന്നെന്ന അവിടെയും കർത്താവ് കണ്ടു. അപ്പം അത്തിയുടെ മേളിൽ ഇരുന്നാലും കാണും, കീഴെ ഇരുന്നാലും കാണും, മറഞ്ഞിരുന്നാലും അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇന്ന് രാത്രി നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മളും യേശുവിനെ നല്ലതുപോലെ ഒന്ന് കാണണം. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ ഓരോന്നോരോന്ന് അങ്ങോട്ട് വെളിപ്പെടുത്തി. ഒന്ന്, അവിടുന്ന് എങ്ങനെ ജനിക്കും? അവിടെ വായിക്കുന്നത് കന്യക, വായിച്ച മോളെ 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താൻ. ഇവനെ 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 ക്രിസ്തേശു രക്ഷക ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ അവിടുത്തെ പറ്റി ഓരോന്നോരോന്ന് വെളിപ്പെട്ടു. ഒന്ന്, എങ്ങനെ ഈ ഭൂമിയിൽ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. ഇനി ആ ജനിക്കുന്ന കുഞ്ഞിന്റെ വിശേഷത 9:6. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു വിട്ടു. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും. അവിടുന്ന് അത്ഭുത മന്ത്രി, യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന പൊട്ടന്മാർ ഈ വാക്യം വായിക്കുന്ന നല്ലതാ. സ്തോത്രം. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികള്, സ്തോത്രം. അത് കേട്ടോണ്ട് ഇപ്പൊ നമ്മുടെ ഇടയിലും കുറെ ആൾക്കാർ, ഇന്നാളെ ഒരാൾ തിരിച്ചങ്ങോട്ട് പോയി. പുള്ളി ചില കാര്യമൊക്കെ അങ്ങ് പറയുക, സാക്ഷികൾ പാട്ടുമൊക്കെ പാടിയാ പോയത്. ഏത് സാക്ഷിയാന്നുള്ളതാ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് അത്ഭുത മന്ത്രി, പിന്നെ വീരനാം ദൈവം, യേശു ക്രിസ്തു ദൈവമാ. അവിടുന്ന് സർവശക്തനായ ദൈവമാ, നിത്യനായ ദൈവമാ, നീതിയുള്ള ദൈവമാ, സർവ്വത്തെയും ഭരിക്കുന്ന ദൈവമാ, സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം. മോളെ, വെളിപ്പാട് പുസ്തകം 4:11. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ, കുഴപ്പമുണ്ടോ? ഷാജി പാസ്റ്റേ, താഴോട്ടിറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ? ഇതിലെ ഇങ്ങ് ആടാ ഇപ്പം. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ കർത്താവാകുന്ന യേശുവാ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു സർവ്വത്തെ സൃഷ്ടിച്ചവനാ. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഭാഗ്യം എന്നാന്നറിയാമോ? സർവവും സൃഷ്ടിച്ച, സർവവും ചമച്ച, സർവത്തെ നിയന്ത്രിക്കുന്ന, സർവത്തെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിനക്ക് സാവകാശം നൽകി. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ മഹത്വം കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചരിക്കാതെ ഇന്ന് രാത്രി ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനാദിയായി ശാശ്വതമായ ദൈവം അവൻ, സകല സൃഷ്ടിയുടെ ദൈവമാണ്. ദൈവത്തിന് മഹത്വം.
ഹല്ലേലൂയ. അതേ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് നാളെ ഓർപ്പിച്ചില്ല സഭായകം ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഞാനെല്ലാം അങ്ങ് ലോപിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ ഒന്ന്, എങ്ങനെ ഈ ഭൂമിയിൽ അവിടുന്ന് അവതരിക്കും? കന്യകാസുതനായി അത് വെളിപ്പെട്ടു. തേജസ് കണ്ടതല്ലേ. രണ്ട്, ആ ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത ഒന്നുകൂടെ വായിച്ചോ മോളെ. 9:6. ആ സഹോദരി മൊബൈലിൽ കൂടാണോ വായിക്കുന്നത്? വേറെ പുസ്തകം എടുത്ത് വായിക്കുവച്ചേ. ഓ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. വാക്യം മാത്രമല്ല, വേറെ എന്തെല്ലാം തങ്കമ്മ ഇറങ്ങി വരും, സൂസി ആടി വരും, വേവിച്ചാൽ നോക്കി ചിരിക്കും മൊബൈലിനകത്ത്. ഇതിന്ന് വായിരും, മോള് വായിരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, അവിടുന്ന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇന്ന് രാത്രി യേശുക്രിസ്തു സമാധാന പ്രഭുവാ. സമാധാനമില്ലാതെ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, വിഷം കടിക്കുന്ന പരിഹാരമല്ല, റെയിൽവേ പാളത്തിൽ തലവെക്കുന്ന പരിഹാരമല്ല, നാട് വിടുന്ന പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്, പരിഹാരം യേശുവിലുണ്ട്. മദ്യം നിനക്ക് സമാധാനം തരത്തില്ല, ലഹരി പദാർത്ഥം സമാധാനം തരത്തില്ല. എന്നാൽ സമാധാന പ്രഭുവായ യേശുക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന് ഹൃദയം കൊടുക്ക, കർത്താവിന് ഹൃദയം കൊടുക്ക്. ഇന്ന് രാത്രി നീ സമാധാനത്തോടെ കടന്നു പോകൂ. ഇന്ന് രാത്രി അവിടുന്ന് സമാധാന പ്രഭുവാ. നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ, നിന്റെ പ്രശ്നങ്ങളെ ദൂരീകരിക്കുവാൻ സമാധാന പ്രഭുവാകുന്ന യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ജീവിതം ഒടുക്കുവാൻ ആമൻ ആഗ്രഹിച്ച പലരും ആമൻ സമാധാന പ്രഭുവിലേക്ക് വന്നു. അവർക്ക് സമാധാനമുണ്ടായി. ഇന്ന് രാത്രി സ്നേഹിത, എൻ്റെ പിതാവേ, മാതാവേ, ഇന്ന് രാത്രി യേശു നിനക്ക് സമാധാനം നൽകും. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ദാനമേ. എന്തിനാകുലം കലരുന്ന മനമേ, നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം കലരും നൻ മനമേ. നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകമോരിതിൽ അനുദിനം ജയമേ, ലോകമോരിതിൽ അനുദിനം ജയമേ. യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം കലരും നൻ മനമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് സമാധാന പ്രഭു, സമാധാന പ്രഭു. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആമേ, സമാധാനം കിട്ടാൻ നീ മദ്യപിക്കണ്ട, പുകവലിക്കണ്ട, ലഹരി പദാർത്ഥത്തിന്റെ പുറകെ പോകണ്ട, മറ്റ് പാപവഴികളിൽ പോകണ്ട. സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിന് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഈ തേജസ് കണ്ടപ്പോൾ എന്തെല്ലാം കാര്യമാണ് വെളിപ്പെട്ടത്. ഓടിച്ചവസാനിപ്പിക്കുക ആ ഭാഗം. ദൈവത്തിന് മഹത്വം. ഒന്ന്, എങ്ങനെ ജനിക്കും. രണ്ട്, ആ ജനിക്കുന്ന കുഞ്ഞിൻ്റെ വിശേഷത മാത്രമാണോ, ഈ കുഞ്ഞുനാളിൽ എന്തോ കഴിക്കും. അതുകൊണ്ട് 7:14 ഒന്നുകൂടെ വായിരുമോളെ. അതുകൊണ്ട്
ഓ കൊച്ചി അത് തന്നെ വായിക്ക്. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും 7:14. അതുകൊണ്ട് കർത്താവ് അതുകൊണ്ട് അങ്ങ് വായിക്കേ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അടുത്തത് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തൈരും അതാ കഴിക്കുന്ന തൈരും തേൻ നല്ലതല്ലയോ? ഈ തേന് അടിച്ചു മാറ്റിയ തേനൊന്നും അല്ല. അപ്പുറത്തെ വീട്ടിൽ കയറി മോട്ടിച്ച തേനൊന്നും അപ്പുറത്തെ വീട്ടിൽ ഭരണിക്കകത്ത് ഇട്ട് വെച്ച തേൻ ഇയാള് കയറി. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്ത് കഴിക്കും അത് എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യവും യെശയ്യാവിന് വെളിപ്പെട്ടെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അങ്ങനെ ഓരോന്ന് യേശുക്രിസ്തുവിനെ പറ്റി അങ്ങോട്ട് വെളിപ്പെട്ടു. 53-ാം അധ്യായം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് അനുഭവിക്കുന്ന വ്യതയുടെ നീണ്ട പട്ടികയാണ്. രോമം കത്തിരിക്കുന്നിടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. ആമൻ സ്തോത്രം. പീഡനത്താലും ആമൻ ശിക്ഷാവിധിയാലും ആമൻ സ്തോത്രം വരെ ആമൻ തകർന്ന ദൈവ കുഞ്ഞാടിനെ അവിടെ കാണുകയാ. അതെല്ലാം യെശയ്യാവിന് നേരിട്ട് വെളിപ്പെട്ടു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ കാൽവരിയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി അവൻ പരമയാഗമാ തീർന്ന ദൈവ കുഞ്ഞാടിനെയും യെശയ്യാവ് ദർശിച്ചു. 53 മാത്രമാണോ? അങ്ങനെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾ മരിച്ചു കഴിയുമ്പോൾ ആ ശവത്തെ പറ്റിയും വെളിപ്പെട്ട് കിട്ടി. എൻ്റെ ശവങ്ങളെന്ന 26:18 വായിച്ചേ മോളെ. എൻ്റെ ശവം കർത്താവിൽ മരിക്കുന്നവരെ ഓർത്ത് വ്യാകുലപ്പെടണ്ട. അവിടുന്ന് പറയും അത് ദൈവത്തിന്റെ ശവമാ. 19 വായിര്. നിന്റെ മൃതന്മാർ ജീവിക്കും. ഇത് എൻ്റെ ശവങ്ങളെന്ന അതും വെളിപ്പെട്ട് കിട്ടി. മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെട്ടു. തന്നെയുമല്ല 32 പഠിക്കുമ്പോൾ അവിടുന്ന് ഭരിക്കാൻ വരുന്ന കാര്യവും വെളിപ്പെട്ടു. ഒരു രാജാവ് യേശുക്രിസ്തു ഇവിടെ ഭരിക്കാൻ വരും. മാത്രമാണോ ഭരണത്തിന്റെ വിശേഷത 11-ാം അധ്യായത്തിന്റെ 6 മുതൽ എന്ന് വായിച്ചേ മോളെ. ആ ഭരണത്തിന്റെ വിശേഷത പെട്ടെന്ന് ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വേറെ ദിവസം വായിക്കുന്ന ആളാ വായിര്. ചെന്നായി കുഞ്ഞാനോട് കൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും പുള്ളിപ്പുലിയും ഗോസമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും പുള്ളിപ്പുലിയും ഗോസമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും പുള്ളിപ്പുലിയും ഗോസമതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും ചെറിയ ശിശുക്കൾ യേശുവിൻ്റെ വരുന്നു പരമേശൻ. ഈ പാരിൽ ഭരണം വരുന്നു പരമേശൻ. ഭരണം സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും പുള്ളിപ്പുലിയും ഗോസമമാകോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും പുള്ളിപ്പുലിയും ഗോസമമാകോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും ചെറിയ ശിശുക്കൾ യേശുവിൻ്റെ വരുന്നു പരമേശൻ. ഇപ്പാരിൽ ഭരണം വരുന്നു പരമേശൻ. ഇപ്പാരിൽ ഭരണം മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും ഊമന്മാരും ഉല്ലസിച്ചാർക്കും. മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും. ഒഴുകും മാനുഷ ശാപം
പരമേശൻ ഇപ്പാരിൽ ഭരണം ഭരമേൽപ്പാൻ. ഓ വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം ഭരമേൽപ്പാൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. യെശയ്യാവ് തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യവും അടുക്കടക്കായിട്ട് വെളിപ്പെട്ടു. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിച്ച ശിശുവിന്റെ വിശേഷത അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ ശിശു ചെറുപ്പത്തിൽ എന്ത് കഴിക്കും? തൈരും തേനും. ആ ശിശു പറയുകയാ, ആ ശിശുവിന് വേണ്ടി മരിക്കുന്നവരല്ല എൻ്റെ ശവങ്ങളാ. മാത്രമാണോ ആ ശിശു ഒരിക്കൽ രാജാവായിട്ട് ഇവിടെ ഭരിക്കും. ദൈവത്തിന് മഹത്വം. അന്ന് യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാ ഈ നല്ല ഈ എന്തുവാ അതിന് പറയുന്നത്, ഒറിജിനൽ പെന്തിക്കോസുകാര് ഇപ്പോഴത്തെ ഈ സ്ഥാനത്തിനും ഇലക്ഷനും ഒന്നും നിൽക്കാത്തത്. അച്ചായന് ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ? ഇല്ലേ? അച്ചായനോ? ഹാ മിടുക്കൻ. ദൈവം ദീർഘായുസ് തരട്ടെ. എടാ, ഇവിടുത്തെ 5 വർഷത്തെ ഭരണം എന്ത് ബുദ്ധിമുട്ടിയാ നടത്തി, എന്നിട്ട് ഒക്കുന്നുണ്ടോ? യോ റോഡ് വൃത്തിയാക്കുമ്പോൾ ഉടനെ സൈഡ് കുഴിക്കും, ഇല്ലേ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത് എന്ത് ബന്ധപ്പെട്ടാ വന്നേ. ചില സന്ദർഭത്തിൽ അന്ന് റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യും. ചില ആൾക്കാർ ഉണ്ടല്ലോ, ചില ചടങ്ങുകൾ നടക്കുമ്പോഴേ റോഡല്ല ഇവന്റെ പെമ്പളയ്ക്ക് ശ്രീധനം കിട്ടിയതുപോലെ മുഴുവനും എന്നിട്ട് നമ്മളെ മുണ്ടുമൊക്കെ മടക്കി കൊടുത്തു. അവന്റെ ഒരു കാര്യം പറയാം, ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ലെന്ന വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. കാരണം പറയാ, 5ാമത് ഒരു ഭരണം വരും. വമ്പൻ സാമ്രാജ്യങ്ങൾ 4 ഭരിച്ചു, ഗുണമായില്ല. ആ ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോമൻ, ഇതൊന്നും ശരിയായില്ല. വചനം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഇനി ഒരു ഭരണം വരും, 5ാമത്തെ രാജ്യം. ഒരു പഴയ പാട്ട് പോൾ സഹായിക്കാമോ? സഹായിക്കുന്നതിന് നന്ദി. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. അന്യജാതിക്കങ്ങു കൈവിടാ സത്യം. ഉന്നതന്റെ നന്ദനർക്ക് തന്നെയാ. നിങ്ങളത് ശരിയാകില്ല, വേറൊരു താളമാണ്. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. അന്യജാതിക്കൻ കൈവിടാ സത്യ. ഉന്നതന്റെ നന്ദനർക്ക് ഉന്നതന്റെ നന്ദനർക്ക് തന്നെയാണിതെന്ന് സത്യം. 5ാം രാജിതം ഉണ്ടാവേ, പരമ5ാം രാജിതം. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിടും കല്ലുപാതാന്തികെ ചെന്നു ചൂർണീകരിക്കും രാജ്യങ്ങളന്ന്. വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞുവാൾ. 5ാം രാജിതം ഉണ്ടാവേ, പരമ5ാം രാജിതം. കുഞ്ചിടാതെ കേൾക്കില്ലെന്ന് നെഞ്ചിലാനന്ദം വളർന്നു. കുഞ്ചിടാതെ കേൾക്കില്ലെന്ന് നെഞ്ചിലാനന്ദം വളർന്നു. 5ാം രാജിതം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു കാര്യം ദൈവമക്കളോട്, പെന്തിക്കോസുകാരോട് പറയാം. പെന്തിക്കോസുകാരോടാ, നീ ഇവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. എന്നെ നിന്നെ ഏൽപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വാർഡ് മെമ്പർ ആയാലും, ബ്ലോക്കിലെ ചുമതലപ്പെട്ടവരാണെങ്കിലും, മുനിസിപ്പാലിറ്റി ആണെങ്കിലും, കോർപ്പറേഷൻ ആണെങ്കിലും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാര്, MLA മാര്, ഇവിടുന്ന് പോയ MP മാര്, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർകള്, ക്യാബിനറ്റ് മന്ത്രിമാര്, വ്യോമസേന, കരസേന, നാവികസേന, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനായി എന്നെ നിന്നെ ഏൽപ്പിച്ചേ. അല്ലാതെ വോട്ട് പിടിക്കാനും ഇലക്ഷന് ഓരോ പാർട്ടിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാനല്ല. ഇപ്പം വന്ന് സഭയ്ക്കകത്ത് വരെ എല്ലാവരും പമ്പുന്നേ പരുങ്ങുന്നേ. എടാ, സഭ ഇതിനുള്ളതല്ല. സഭ എന്തിനാന്ന് ചോദിച്ചാൽ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ.
നിനക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് നീ വോട്ട് ചെയ്തോണം. അത് അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാ. അതിനകത്തൊന്നും ആരും കയറി കൈ കടത്തരുത്. ഒറ്റ പാസ്റ്റർമാര് പറയരുത് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന്. നിന്നെ അതല്ല ഏൽപ്പിച്ചേക്കുന്നത്. നിന്നെ ഏൽപ്പിച്ചേക്കുന്ന ദൈവിക ശുശ്രൂഷയാ. അതിന് പോണേ അതിന് അവരെ അതിനെ ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. നീ എന്തിനെങ്ങനെ കിണക്കാന്ന് പറഞ്ഞ് നടക്കുന്നേ? നാളെ ഇച്ചിരി സഭായം താമസിച്ചു തുടങ്ങിയാൽ മതി. ഇവനെല്ലാം ഗുണമാകട്ടെ. എന്നെ നിന്നെ ഏൽപ്പിച്ചത് പ്രാർത്ഥിക്കാനാ. വാർഡ് മെമ്പർമാർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, കേരള ഗവൺമെന്റിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കണം. ഭീകര പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം മാറണം. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി ഈ മഹാരാജ്യം, നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാരാജ്യമാ ഭാരതം, ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ശാന്തത, സമാധാനം, സ്വസ്ഥത ഉണ്ടാകണം. ജാതിയോടും രാജ്യത്തോടും എതിർക്കരുത്. ദൈവത്തിന് മഹത്വം. ജാതിയുടെ പേര്, മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എടാ, പെന്തിക്കോസുകാരനെ ഇതാ ഏൽപ്പിച്ചത്. അല്ല, നീ രാവിലെ ഒരു കളസവും എടുത്തിട്ടോണ്ട് എന്നാ മോനെ പറഞ്ഞേ? എന്തുവാടെ? ദൈവം ഏൽപ്പിച്ചത് ഇതാ. എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചത് മുഴങ്ങാലിൽ നിന്ന് പ്രാർത്ഥിക്കാനാ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ കാര്യം ഞാൻ പറയേണ്ട വചനത്തുണ്ട്. എടാ, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയ്ക്കടയിൽ നീർത്തോട് പോലാ. ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. നീ പ്രാർത്ഥിച്ചാൽ, നീ പോരാടി പ്രാർത്ഥിച്ചാൽ ഭരണകൂടങ്ങളെ ദൈവം നിയന്ത്രിക്കും. ഭരണാധിപന്മാരെ ദൈവം നിയന്ത്രിക്കും. നമ്മളെ ഏൽപ്പിച്ചത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അത്രയും പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ പോരാടി പ്രാർത്ഥിക്കണം. ഈ ദേശത്തിന് വേണ്ടി, തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി, അല്ല കേരളത്തിലെ ഓരോ ജില്ലയ്ക്ക് വേണ്ടി, അല്ല ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ മുഴങ്കാലമിടയ്ക്ക് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യുമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്നോട് ഒരിക്കൽ ഒരാൾ പറയാം, നമ്മുടെ രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണം കയറ്റി വിടാൻ നേരം അറിയാം. അത് നിന്നെ കണ്ട പുറപ്പാട് പോലും പിന്നെ കൊച്ചു കുഞ്ഞുദേശി പാടിയതുപോലെ ഏതാ, കണ്ടും കാണാതെയും നിനക്ക് രക്ഷ വരുന്ന ഉയരത്തിൽ നിന്നാ, രക്ഷ വരുന്ന മോളിൽ നിന്നാ നീ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആൻസർ ഉണ്ട്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന്. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം പൂങ്ങുന്നില്ല. ഇസ്രായേൽ ചേർന്ന് പാട്. കാവൽക്കാരൻ നിദ്രാഭാരം ശബ്ദമുയർത്തി പാട്. പൂങ്ങുന്നില്ല. കൊടുക്ക. ഞാൻ ഓടിച്ചു നിർത്താം, സമയത്തെ ഭയപ്പെടുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ എല്ലാം വെളിപ്പെട്ടു. 1 കന്യാസൂനുമായിട്ട് അവതരിക്കും. 2 ശിശുവിന്റെ വിശേഷത. 3 എന്ത് ഭക്ഷിക്കും. 4 തൻ്റെ ശവങ്ങളെ പറ്റി. 5 നീതിയോടിവിടം ഭരിക്കും. മാത്രമാണോ ആ ഭരണത്തിന്റെ വിശേഷത? ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്താം. ഒടുവിൽ കണ്ട് യെശയ്യാവ് പുതുവാന ഭൂമി വരെ കണ്ടു. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ സകല കേസും കണ്ടു.
മോളെ 66-ന്റെ 22 വായിച്ചേ. 22 23 22 ആദ്യം വായിര്. ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. മതി നേരം പോയത് കൊണ്ട്. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ അടുക്കടുക്കായിട്ട് ഓരോന്നോരോന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കണ്ട് ഒടുവിൽ പുതുവാന ഭൂമി വരെ കണ്ടു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ തേജസ്സാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരു ക്രിസ്തു, നിനക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തു, നിനക്ക് വേണ്ടി അവൻ തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു തന്ന യേശു, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ കണ്ടു വേണം സകല എണ്ണോ ഇവിടുന്ന് തിരിച്ചു പോകാൻ. എല്ലാ ഭാഗവും ഞാൻ എടുത്ത് പ്രസ്താവിക്കുന്നില്ല. സമയത്ത് എന്തുവായി സമയം? മതി. ദൈവത്തിന് മഹത്വം. അല്ല, നാളെ ഇവർ വന്ന് ഒന്നാമത് ഉറക്കവാ മിക്കടുത്തും. പിന്നെ ഇതുകൂടെ ആകുമ്പോൾ പിന്നെ ഇന്നലത്തെ പ്രസംഗമാണ് ഞങ്ങൾ ഇന്നിങ്ങനെ വെറുതെ അതിന് അസ്വസ്ഥത. എന്നാലും ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്തട്ടെ. സെൻട്രൽ പാസോട് പോയി. നിങ്ങളെന്തേലും പറ. ഒരു 10 മിനിറ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, വായിച്ച കുറുവാക്യം അങ്ങനെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഒന്നിന്റെ കാര്യം പറയാ, ദൈവത്തിന്റെ കരം വന്നാൽ എന്തൊക്കെ നടക്കും. 58-ാം അധ്യായം ഉപവാസവും പ്രാർത്ഥനയും അതിന്റെ പ്രമാണം. എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് 59 പറയുക, രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്നത് 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ നാളുകളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നീ പതറരുത്. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി നിന്നെ രക്ഷിച്ച് വീണ്ടെടുത്ത നിന്റെ കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. അദൃശ്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇന്ന് രാത്രിയുടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യെശയ്യാ പ്രവചനത്തിൽ തന്നെ ഒരു വാക്യം കിടപ്പുണ്ട്. മോശയെ ചെങ്കടലിൽ വെച്ച് ചെങ്കടൽ തീരത്ത് വടിയെടുത്ത് ആ കയ്യിൽ വടി പിടിച്ചു, വടി ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. രാത്രിയിൽ ചെങ്കടലിൽ വിഭാഗിക്കപ്പെട്ടു കാറ്റടിപ്പിച്ചു. ദർശനമില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ, 80 കഴിഞ്ഞ ഒരു വല്യപ്പൻ ഉണക്കക്കമ്പ് പിടിച്ചോണ്ട് നിൽക്കുന്നു. പക്ഷേ യെശയ്യാ പ്രവാചകൻ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? 63-ന്റെ 12 വായിച്ചേ മോളെ. 63:12. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. ഇന്ന് രാത്രി ദർശനമില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ, ദർശനമില്ലാത്ത ഒരു വല്യപ്പൻ ഉണക്കക്കമ്പം പിടിച്ചോണ്ട് നിൽക്കുക. പക്ഷെ ആത്മക്കണ്ണ് ദർശിച്ച യെശയ്യാവ് നോക്കിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടു. ഇന്ന് രാത്രി മാന്യ സഹോദര, നീ ഒറ്റയ്ക്കേ ഉള്ളായിരിക്കും കൈപൊക്കി പ്രാർത്ഥിക്കാം. പക്ഷേ നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒറ്റയ്ക്കേ ഉള്ളായിരിക്കും കൈപൊക്കി പ്രാർത്ഥിക്കാൻ. അല്ലല്ലല്ലല്ല, നിന്റെ കൈയുടെ മീതെ യുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 3-4 പേരെ കാണുമ്പോൾ കരം പൊക്കി പ്രാർത്ഥിക്കാൻ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. വാക്യങ്ങൾ എടുത്തു വായിപ്പിക്കാൻ തുനിയുന്നില്ല. ദൈവത്തിന്റെ കൈ വന്നാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ കര സ്പർശിച്ചാൽ എന്ത് നടക്കും? ഒറ്റ വാക്യം പറയാ, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും 5 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു. ഈ ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ, ഈ നക്ഷത്രമണ്ഡലങ്ങളെ, ആകാശഗംഗ, ഈ കാണുന്ന 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. ഈ കാണുന്ന അണ്ടകടാകത്തെ ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടമെന്ന ഈ കാണുന്ന സകല ഗോളങ്ങളെയും ഭൂചര കേചര വസ്തുക്കളെ 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. എന്നാൽ 6-ാമത്തെ ദിവസത്തെ സൃഷ്ടിയുടെ വൈശിഷ്ട്യം, ദൈവം തമ്പുരാൻ തൻ്റെ തൃക്കരം കൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് പരുവപ്പെടുത്തി മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരപാകതയില്ലല്ലോ. അല്ല, അവിടുത്തെ കരം വന്നാൽ ഒരപാകതയും ഇല്ല. എല്ലാവരും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുക. നമ്മളെ സൃഷ്ടിച്ച് എന്ത് മാന്യമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തായാലും എത്ര കിലോമീറ്റർ നീളമാണെന്നറിയാമോ അകത്ത് കിടക്കുന്ന വെയിനെ? നമ്മളിവിടെ വയാറിന്റെ വള്ളി തന്നെ കുരുങ്ങി കിടക്കുക. മോനെ, ഇത് എത്ര മീറ്റർ ഉണ്ട് മോനെ? 5 ഉണ്ടോടാ?
അത് തന്നെ കുരുങ്ങി ഇല്ലേ, കുരുങ്ങി കിടക്കുക. അന്നേരം എത്രയോ കിലോമീറ്റർ നീളത്തിലായി വെയിനെ അതെല്ലാം അവിടുന്ന് തൻ്റെ തൃക്കനം കൊണ്ട് നല്ല പരുവപ്പെടുത്തി. ഒരപാകത വന്നിട്ടില്ല. മൂക്കിന് 2 തോള, എന്ത് കൃത്യത്തിലാ ഇല്ലേ. ഈ 5 വിരല് പല വലിപ്പമാ. എന്തിനാന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഒന്ന്, എൻ്റെ ഭാഷയാ, ചിലപ്പോൾ മൂക്കൊന്ന് കടിക്കുമ്പോൾ ചിലപ്പോൾ അതുല്യമായ സാധനം അതിനകത്ത് ഇടാൻ കഴിയില്ലെങ്കിൽ ഉടനെ അന്ന് ഇത് കയറ്റാൻ പറ്റുമോ? എന്ത് നല്ല വൃത്തിയായിട്ടാണ് സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. തന്നെയല്ല, ഈ മൂക്കിൻ്റെ തോള ഇവിടെ ആയിരുന്നേലോ അച്ചായന് എന്നും പനി. മഴയുള്ളപ്പോൾ അച്ചായം വെളിയിൽ ഇറങ്ങുകയല്ല, കുളിക്കത്തുമില്ല. കാരണം സൂക്ഷം. അത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ സൂക്ഷിരൻ 2 താഴോട്ട്. ഈ കണ്ണിൻ്റെ ഈമ എന്തേലും അന്നേരം അടയ്ക്കാം. ഇത് അടയ്ക്കാൻ മേലാതെ തുറന്നിരിക്കുകയായിരുന്നല്ലോ. ഈ പൊടിയും സകലതും എന്ത് സൃഷ്ടിയുടെ ശ്രേഷ്ഠത. മർക്കോസ് 7:37 അവൻ സകലതും നന്നായി ചെയ്തു. ഈ 32 ഗ്രില്ലിനകത്ത് നാവിട്ടിരിക്കുക. നാവ് ഒരു വലിയ തീയാണ്. തീ ആയതുകൊണ്ട് 32 ഗ്രില്ലിനകത്ത് ഗ്രില്ല് പോയോ? ആ ചിലതിൻ്റെയൊക്കെ പോയി. അല്ലത് പോകും. സ്തോത്രം. കുറച്ച് കഴിയുമ്പം എന്തോ അച്ഛാ, കുറച്ച് കഴിയുമ്പോ പോകും. ചികിമിന്നിക്കുക ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ, നിന്നുടെ മുഖം കുഴി അഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. യൗവനക്കാര നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ രക്ഷകനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനെല്ലാം അപാകത വരും. പക്ഷേ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ തൃക്കരം അങ്ങോട്ട് ചേർന്നപ്പോൾ എന്ത് ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. എടുത്തു വായിപ്പിക്കുന്നില്ല. ഉൽപ്പത്തി 32 നാം താഴോട്ട് പഠിക്കുമ്പോൾ യാക്കോബിനെ ഒന്ന് തൊട്ടു. യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് യാക്കോബിനെ ഒന്ന് തൊട്ടു. തൊട്ടേ ചോദിച്ചു പേരെന്നാ? എൻ്റെ പേര് യാക്കോബ്. സത്യം പറഞ്ഞല്ല, പണ്ട് അപ്പച്ചനോട് ഏശാവെന്ന് പറഞ്ഞതാ. ഉടനെ ദൈവം പറയുകയാ, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേല്. മാത്രമാണോ ദൈവം തമ്പുരാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ 20 വർഷം മുമ്പ് തന്നെ കൊല്ലുവാൻ, എൻ്റെ ഭാഷയാ, കൊല്ലുവാൻ കൊടുവാളും പിടിച്ചു നിന്ന ഏശാവ് പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ദൈവത്തിന്റെ കരം തൊട്ടാൽ വിരോധമായി നിൽക്കുന്നവൻ അനുകൂലപ്പെടും. ദൈവത്തിന്റെ കരം തൊട്ടാൽ പ്രതികൂലമായി നിൽക്കുന്നവൻ അനുകൂലപ്പെട്ടു വരും. ഇന്ന് രാത്രി ആ കരം കുറുകിപ്പോയില്ല. മണ്ണെടുത്ത് കുഴച്ച കരം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ട കരം കുറുകിയിട്ടില്ല. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് ഏലിയാവിനെ തട്ടി, നീ എഴുന്നേറ്റ് നിന്റെ നിനക്ക് ദൂരെ യാത്രയുണ്ട്. അവൻ ആകാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോറേബിലെത്തി. അവിടെയും ദൈവം തൊട്ടപ്പോൾ ഒറ്റ വാക്കി പറയാ, മരണഭീതി മാറി, ചിത്തഭ്രമം മാറി. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് ദൈവം ഏലിയാവിനെ ഒരുക്കി. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ മരണഭയം മാറ്റി, മരണഭീതികൾ മാറ്റി, നിന്റെ ചിത്തഭ്രമങ്ങളെ മാറ്റി ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. യേഹൂവിനെ അഭിഷേകം ചെയ്യണം, എലീശായെ അഭിഷേകം ചെയ്യണം. മാത്രമാണോ ഏലിയാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവൻ സ്തോത്രം 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 ശുശ്രൂഷ എലീശായെ പരമേൽപ്പിക്കണം. ഇന്ന് രാത്രി ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഞാൻ ഓടിച്ചു നിർത്തുക, വിശദീകരിക്കുന്നില്ല. മത്തായി 8 വായിക്കുന്നത്, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനോട്, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. കുഷ്ഠരോഗിയുടെ പ്രമാണം നമുക്കറിയാം. പാളയത്തിന് വെളിയില അശുദ്ധനെന്ന് പുലപ്പണം. ഇവനെ കണ്ടാലും ഓടും, ഇവൻ ആരെയും കണ്ടാലും ഓടണം. എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ ആ കുഷ്ഠരോഗി. പക്ഷെ അവൻ അറ്റ കഴിക്കാ വന്ന് ചോദിച്ചത്, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് ശുദ്ധമാക്കാൻ? യേശു കൈ നീട്ടി അവനെ തൊട്ടു.
നാം ഇങ്ങനെ വായിക്കുന്നു, ക്ഷണത്തിൽ അവന്റെ കുഷ്ഠം മാറി. ഈ കരത്തിന്റെ പ്രത്യേകത രോഗശാന്തി തരുന്ന കരമാ. വിശ്വാസത്തോടെ അടുത്തു വരുന്ന ദൈവത്തിന്റെ പൈതലിന് ഇന്ന് രാത്രി രോഗശാന്തി വരുത്തുന്ന കരമാ. നിന്റെ ക്യാൻസറിനെ തുടച്ചു മാറ്റും. നിന്റെ ബ്രെയിൻ ട്യൂമർ ദൈവത്തിന് വിഷയമല്ല. കിഡ്നി പ്രോബ്ലം ദൈവത്തിന് വിഷയമല്ല. ഹാർട്ടിന്റെ പ്രോബ്ലം ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏത് മാറാരോഗത്തിനും തീരാവ്യാധിക്കും അവൻ സൗഖ്യം തരുവാൻ കഴിവുള്ള യേശുവിന്റെ ശക്തി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ അടികട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടികട്ടെ. എല്ലാ കെടുതികൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കുഷ്ഠരോഗിയോ തൊട്ടകര കുറുകിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകര കുറുകിയിട്ടില്ല. യാക്കോബിനെ തൊട്ടകര കുറുകിയില്ല. മണ്ണെടുത്ത് കുഴച്ചകര കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രക്ഷിപ്പാൻ കഴിയോന്ന് വേണം. യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ശിശുക്കളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാര് വിലക്കി. യേശു പറയാ, ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിട്. നാം ഇങ്ങനെ വരും. കർത്താവ് തൃക്കൈ ശിശുക്കളുടെ ശിരസിൽ വെച്ചവരെ അനുഗ്രഹിച്ചു. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്ന കരമാ. അവിടുത്തെ കരം നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കരമാ. നിന്റെ തലമുറയെ അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ്. നിന്റെ തലമുറ അനുവദിക്കാൻ, നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. 3 ദിവസം മുഴുവൻ വചനം കേട്ട ദൈവമക്കൾ അവസാനം പറഞ്ഞു വിടാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കും. അയ്യോ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പം. വേദപഠിതാക്കൾ ചില പറഞ്ഞ അന്ത്രോസിന്റെ മോനായിരുന്നെന്നാ. അല്ലേ ആയിരക്കണക്കിന് ഞാൻ ഇരിക്കുമ്പോൾ ചെറുക്കൻ്റെ 5 അപ്പം 2 മീനും കൃത്യം പറയാൻ കാര്യം വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാ. 5 അപ്പവും ഇഞ്ഞുകൊണ്ടുവരാൻ പറഞ്ഞു. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് കൊടുത്തു. 5 അപ്പവും 2 മീനും തൃക്കരത്തിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിളമ്പാൻ പറഞ്ഞു. എൻ്റെ പക്ഷം വിളമ്പി ഊപ്പാട് വരിക. എല്ലാവരും തിന്ന് 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ്ക ജീവദായക നിരന്തം യേശു നായക. അപ്പമെടുത്ത് വാഴ്ത്തിയ കരം കുറുകിപ്പോയിട്ടില്ല. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. മണ്ണെടുത്ത് കുഴച്ച് സൃഷ്ടിച്ച കരം കുറുകിയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. ശിശുക്കളെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ കരം കുറുകിപ്പോയില്ല. ഇന്ന് രാത്രി ആ കരം നിന്നെയും വിടുവിക്കുന്ന കരമാ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഒടുവിൽ അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. അരിമ ശിഷ്യന്മാർക്കെല്ലാം ആമേ പ്രത്യക്ഷപ്പെട്ടു. നാം കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആ കാര്യം പൗലോസ് തെളിയിച്ചു. ആമേ കേബാവിന് പ്രത്യക്ഷപ്പെട്ടു, 12 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, എമ്മവസി പോയവർക്ക് പ്രത്യക്ഷപ്പെട്ടു, കടൽക്കരയിൽ വെച്ചും ബഥാനിയിൽ വെച്ചും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ഇവരെയെല്ലാം കൂടെ കൂട്ടി ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1. അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവര് നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുകയാ. ശിഷ്യവൃന്ദങ്ങളെല്ലാം താഴെ നിന്നിങ്ങനെ നോക്കുക. അരിമനാഥൻ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ ഭാഗം പറയുമ്പം TK ഷൗമേൽ സാറിനെ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ചിന്ത ഷൗമേൽ സാർ അവിടെ കണ്ട് പോയി നിൽക്കുന്നുണ്ടായിരുന്നെന്ന്. എലന്തൂരിലെ TK ഷൗമേൽ എനിക്ക് തോന്നുന്നു പുള്ളിയും ബഥാനിയയിൽ ഉണ്ടായിരുന്നോ. ഞാനങ്ങ് ചിന്തിക്കുക, കണ്ടതുപോലെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ
ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു താൻ. ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു താൻ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുക. നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അരിമ ശിഷ്യന്മാരെല്ലാം ഇമ വെട്ടിക്കാറ് നോക്കി നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് മൂടി അവനെ മറച്ചു. അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. കാഴ്ചയ്ക്ക് മറയുന്നതിന് മുമ്പ് നോക്കി നിൽക്കുമ്പോൾ കണ്ട കാഴ്ച മോളെ വായിച്ചങ്ങ് നിർത്താം. ലൂക്കോസ് 24:50 പെട്ടെന്ന് വായിച്ചോ. ലൂക്കോസ് 24:50 വായിര്. അനന്തരം അവൻ അവരെ ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അവിടുന്ന് മേളിലോട്ട് പോകുക. ആ കരം ഇന്ന് ഉയർന്നു തന്നെ ഇരിക്കുക. തന്നെ സേവിക്കുന്ന ആരാധിക്കുന്ന തന്നെ ജനത്തെ അനുഗ്രഹിക്കുന്ന കരം. ആ കരം ഇന്നും കുറുകി പോയിട്ടില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന കരം, രക്ഷിക്കുന്ന കരം, വിടുവിക്കുന്ന കരം ഇന്ന് രാത്രി ആ കരത്തിന്റെ കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയം പോയി, അത് ദോഷമായിട്ടൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാം. അത് അനുഗ്രഹമാ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരപേക്ഷ, കൽപ്പനയല്ല. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? തീരെ അവശതക്കാരവിടെ ഇരുന്നാൽ മതി, ഇറങ്ങി പോകരുത്, നിൽക്കാനാ പറഞ്ഞ്. സ്തോത്രം. ഒക്കുന്നെങ്കിൽ ആ കരങ്ങൾ രണ്ടും വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെട്. എല്ലാവർക്കും 2 ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തു